ഹലോ ഹലോ, അതെ ഇട്ടൂപ്പാണ് കോൺസ്റ്റബിള്. എന്റെ മോളെ കാണാനില്ല. എന്താ മോളെ കാണാനില്ലെന്നോ? എങ്ങടാ പോയേ? എപ്പോഴാ പോയേ? കാമുകന്റെ കൂടെയാണോ അതോ അടുത്തവിടെ കല്യാണം കഴിച്ച മധ്യവയസ്കന്റെ കൂടെയാണോ പോയേ? സംഗതി ഇതിന് തേങ്ങയാണെങ്കിലും ഇല്ലീഗലാ. ഒരു കാര്യം ചെയ്തോളൂ, ഒരു പെറ്റീഷൻ എഴുതി കൊടുത്തോളൂ. കൂടെക്കുറം മണീസും രണ്ടിനും പൊക്കാന്നേ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ചിന്നുമോള് നേഴ്സറി വിട്ട് ബെറ്റിമോളോടൊപ്പം അങ്ങോട്ട് വന്നോന്നറിയാനാ ചോദിച്ചത്. ഇത് 344563 തന്നെ അല്ലേ? അല്ലല്ലോ, ഇത് 344653 ആണ്. നമ്പർ മാറ്റണോ? സോറി, റോങ് നമ്പർ. എന്തിട്ട് സോറി? അങ്ങോട്ട് കട്ടിയടോ. ഈശോയെ, കാലത്ത് മോളെ കാണുന്നില്ല എന്ന് ഫോണിലാ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല സൂര്യയിലെ കേസും കയ്യിലാത്ത് അടഞ്ഞെന്ന്. അപ്പോഴവന്റെ അപ്പന്റെ ഒരു റോങ് നമ്പർ. ചവിയെ, പിശാച്ചെ, പോത്തെ, വൃത്തികെട്ടവനെ. അല്ലേ, നിങ്ങൾക്ക് ഇത് എന്നാ പറ്റിയേ? തലയ്ക്ക് വല്ല അപകടം സംഭവിച്ചോ? തലയ്ക്ക് അപകടം പറ്റിയേ നിന്റെ അപ്പനാണ്. ലോനപ്പന്, എലിപ്പെട്ടി ലോനപ്പന്. വണ്ടിയെ അടിച്ച് മാക്കിലുള്ള മരത്ത് കിടന്നപ്പോഴേ കുറെ കാലം ചോന്നല്ലേ. പെട്ടിക്കണക്കിന് കാശ ചെലവാക്കിയത് ആ മഹാബാബിയെ രക്ഷിക്കാൻ. ചവി ഓ, കാശ് മുടക്കുന്ന ഒരു ധാരാളി. ഇതുപോലത്തെ ഒരു ലോക പിശുക്കിനെയാണല്ലോ അപ്പൻ എന്റെ തലയിൽ കെട്ടിവെച്ചത്. അതുകൊണ്ട് നീ മൂന്നുപേരും ഞണ്ണുന്നുണ്ടല്ലോ. അല്ലേ, എന്റെ മാതാവ് ഇത് എന്താ ഇട്ടിരിക്കുന്നത്? പ്രായമായൊരു പെങ്കൊച്ചുള്ള വീടായത്. കണ്ട നടക്കുന്ന കോലം കണ്ടില്ലേ? എന്തേ ഞാൻ തുണി കൊടുക്കാൻ നടക്കണേ? എടി പോത്തെ, ഇത് ഇപ്പോഴത്തെ ഫാഷനാണ് ഈ ജട്ടിയും കാശായിട്ട് നടക്കണേ. എടി വലിയ വലിയ ആൾക്കാർ ഇടുമ്പം അത് കാശായി, നമ്മളിപ്പോഴത്തെ പാപങ്ങളെ ഇടുമ്പം അത് കളസം. പിന്നെ രാത്രിയില് ഇത് ആവശ്യമില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും, ഇതും കൂടെ ഊരിക്കള, എന്നിട്ട് ഫാഷൻ ആകുമ്പോൾ നടക്കാമല്ലോ. എന്നാ ശരി. നാണല്ലാത്തൊരു മനുഷ്യൻ. ഇടി നിനക്ക് പോലെ ലോകവിലുണ്ടോ ഈ പശുവേ? ഇല്ല, അതിനും കൂടെ നിങ്ങൾക്കുണ്ടല്ലോ. ഓ, ഇങ്ങനത്തെ ഒരു തന്ത ലോകത്ത് എവിടെങ്കിലും കാണുവോ? വെറുതെ അല്ല ഒരു മോനുള്ളത് ചൊവ്വാകാതെ പോയത്. അവിടെ തേങ്ങയുടെ കുഴപ്പം. 2 ദിവസമായില്ലേ അവ ഇവിടുന്ന് പോയിട്ട്? എവിടെ പോയെന്നോ, ജീവനോടെ ഉണ്ടോ അതോ ചത്തോന്നോ വല്ലോ നിങ്ങൾ അന്വേഷിച്ചോ? അവർ റിസൾട്ട് അറിയാൻ പോയതല്ലേ. റിസൾട്ട് അറിയാൻ 2 ദിവസം വേണോ? വേണ്ടി വന്നേക്കും. ചിലപ്പോ ആർക്കെങ്കിലും കൈക്കൂലിയെ കൊടുത്ത് ജപിച്ചെടുക്കാൻ പോയതായിരിക്കും. ഓ, കൈക്കൂലി. അപ്പന്റെ സ്വഭാവം തന്നെ മകനെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. അതെങ്ങനെയാ? സ്വന്തം തന്തയുടെ ഇന്ന് കൈക്കൂലി വാങ്ങിയ ആളല്ലേ നിങ്ങള്? നിന്നെ. ഹലോ, ഇട്ടുപ്പാണ് കോൺസ്റ്റബിള്. എടോ, ഞാൻ വാരിയാക്ഷം പിള്ള. എന്തിട്ടാണോ വിശേഷം? എടോ, 2 ദിവസമായി പ്രദീപ് ഇവിടെ വന്നിട്ട്
സണ്ണിയുമായി ഒന്നിച്ചു പോയെന്നാ കേട്ടത്. സണ്ണി ഇവിടെ വന്നോ? ഇല്ല. ആ ചെകുത്താന്റെ കാര്യം ഞാൻ അമ്മ ഇവിടെ പറഞ്ഞോണ്ടിരിക്കണേ. ഇവറ്റക്കിന് എവിടെ പോയാ കിടക്കണേ? അവൻ അമ്മയോട് ലേശം പിണങ്ങിയാ പോയിരിക്കുന്നത്. വിശാലാക്ഷി എന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ലടോ. ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? ഈ ചെത്തു പിള്ളേരുടെ തന്തയായി പോയാലുള്ളൊരു ഗതികേടെ. താൻ വിഷമിക്കണ്ടോ, നമുക്ക് അന്വേഷിക്കാന്നേ. ശരി, ഓക്കെ. ആരാ വിളിച്ചത്? വരിജാക്ഷൻ നായര്. ആ പ്രതിഭമാരെ കാണാനില്ലെന്ന്. അവൻ വിശാലാക്ഷി നമ്മൾ പിണങ്ങിട്ടാ പോയിരിക്കണേന്ന്. എന്റെ കൊരട്ടിമുത്തി മാതാവേ, എന്റെ മോൻ സണ്ണിക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റി കാണുമോ? രമണിക മധുമതി കുതിര കുതിരഗതി മതിര മതിര നദി കാമുക മോഹിനി കാവ്യ വിലാസിനി പാലയമാ പരിപാലയമാ കടമിഴിയിൽ ശാകുന്തളം മടുമൊഴിയിൽ തേന്മാതളം ചൊടിയിലയിൽ ചെമ്പൂക്കുല അണിവയറിൽ പൊന്നാലില ആഗോള ഭൂഗോള ബ്യൂട്ടിക്കിനാകുന്നു നീ ഋതുകുള്ള മധുമതി രമണിക മധുമതി കുതിര കുതിരഗതി മതിര മതിര നദി കാമുക മോഹിനി കാവ്യ വിലാസിനി പാലയമാ പരിപാലയമാ പലനടയിൽ തപസിളകുമ്പോൾ മനീഷ കൊയ്രാണ നീ വരുന്നല്ലോ വരും ഞാനും വരുന്നോ മതിരമണിക മധുമതി കുതിര കുതിരഗതി മതിര മതിര നദി കാമുക മോഹിനി കാവ്യ വിലാസിനി പാലയമാ പരിപാലയമാ മടോണ സംഗീതം നീ മേലിയയിൽ മധുകലശം നിറനിറയുമ്പോൾ മാതകമാമാങ്കം നീ വരം നൽകൂ വിരുമിലേക്കൂ സൗഭാഗ്യമേ മധുമതി രമണിക മധുമതി കുതിര കുതിരഗതി മതിര മതിര നദി കാമുക മോഹിനി കാവ്യ വിലാസിനി പാലയമാ പരിപാലയമാ കടമിഴിയിൽ ശാകുന്തളം മടുമൊഴിയിൽ തേന്മാതളം ചൊടിയിലയിൽ ചെമ്പൂക്കുല അണിവയറിൽ പൊന്നാലില ആഗോള ഭൂഗോള ബ്യൂട്ടിക്കിനാകുന്നു നീ ആർക്കാണ് ഇത്ര അർജന്റായിട്ട് എസ്റ്റിഡി വിളിക്കുന്നത്? ജോലിക്കാ? അവളെ വിളിക്കണമെങ്കിൽ ടെലികോം ഡിപ്പാർട്ട്മെന്റ് എന്റെ അപ്പം നടത്തണം. അയ്യോ, അങ്ങോട്ടെങ്ങാനും വിളിച്ച അവള് നിർത്തോ? എന്നാ കത്തിയാന്നറിയോ? പിന്നെ ഞാൻ ആരെ വിളിക്കാനാ? റിസൾട്ട് അറിഞ്ഞാൽ ഉടൻ തന്നെ അപ്പനെ വിളിച്ചറിയിക്കണമെന്ന ഓർഡർ. അതിന് നീ പാസ്സായെങ്കിൽ അറിയിച്ചാ പോരെ. തോറ്റ നീ എന്തിനാ വെറുതെ എസ്റ്റിഡി വിളിച്ച് കാശ് കളയുന്നത്? ലൈൻ ബിസി.
ഒരു റിയാക്ഷൻ ഇല്ലല്ലോടെ. ചിലപ്പോ മാരീഡ് ആയിരിക്കും, അതാ മൈൻഡ് ചെയ്യാത്ത. മാരീഡ് ആണെങ്കിൽ കഴുത്തി താലി കാണൂല്ലേ? കല്യാണം കഴിക്കുന്ന പെമ്പിള്ളേർ ഇപ്പൊ താലിയൊന്നും ഇട്ട് നടക്കാറില്ല. വാനിറ്റി വാനത്ത താലിക്ക് സ്ഥാനം. நீங்க ஒண்ணு கவலைப்பட வேண்டாம் மேடம், எல்லாமே நான் சமாளிக்கிறேன். ഇയാൾ എന്തിനാണ് സമാളിപ്പൻ എന്ന് പറയുന്നത്? ഈ സമാളിപ്പൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ സമ്മതിച്ചിരിക്കുന്നു എന്നർത്ഥം. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാം സമ്മതിക്കും അല്ലേ? ഒരു மேடம் அது எப்படி பண்ண முடியும்? நீங்களே சொல்லுங்க, நீங்க சொல்லுங்க எப்படி பண்ண முடியும்? താനെന്തോടെ ഫോണിൽ കൂടി വിളിച്ചോളണത്? ഇവിടെ വളരെ ഡീസന്റ് ആയിട്ടുള്ള മലയാളി ലേഡീസ്, സോറി ലേഡി ഇരിക്കണാണ് നമ്മളെ. മലയാളി ലേഡീസ് എന്ന് വെച്ചാൽ ആരാണ് താൻ വിചാരിച്ചിരിക്കുന്നത്? ഇയാൾക്ക് രണ്ടര കൊടുത്താലോ? என்ன ഇയാളോട് നിർത്താൻ പറ്റില്ല. என்ன ப்ராப்ளம் சொல்லு. പ്രോബ്ലോ? ஆமா, என்ன ப்ராப்ளம்? எனக்கு ஒண்ணுமே புரியலையே. എന്താ അനാവശ്യമാണ് ഫോണിൽ കൂടെ വിളിച്ചു പറയുന്നത്? ഇത് തമിഴ്നാടല്ല കേരള. நீங்க என்ன சொல்றது? எனக்கு ஒண்ணுமே புரியலையே. പുരിയലും കടലൊന്നും വേണ്ട. കാശ് കൊടുക്കണോ? எத்தனை ஆச்சு? 100 രൂപ. തന്റെ ഊരെ பொள்ளாச்சி. ആ പൊള്ളാച്ചിൽ പൊണ്ടാട്ടി കാത്തിരിപ്പുണ്ടോ? മാഡം ഒന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. അയാൾ കൾച്ചറില്ലാത്ത പാണ്ഡ്യ തമിഴനായതുകൊണ്ട് ഫോണിൽ കൂടി അങ്ങനെ പച്ചത്തരേക്ക് വിളിച്ചു വന്നത്. അന്യ നാട്ടുകാരോട് മാന്യരായി നമ്മളെ ക്ഷമിക്കേണ്ടത്. പ്ലീസ് മാഡത്തിന് ഫോൺ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. ചെവിയുടെ ഊഫർ പോയി കിടക്കണ്ട. അപ്പൊ പൊട്ടിയാണല്ലേ? വാ മോളെ, നമുക്ക് പോവാം. ഒറ്റ ചേരാ. നോക്കിപ്പോ. നമ്മുടെ ഇത്ര നേരത്തെ പെർഫോമൻസ് വെറുതെ പോയടാ. അല്ലേലും ഇന്നത്തെ ദിവസം പോക്കാ. നീ വേഗം ഫോൺ ചെയ്തിട്ട് വാ. പോ. STD വിളിച്ച് അധികം കാശുകളായിരുന്നു അപ്പം പറഞ്ഞേക്കണത്. ഹലോ, അപ്പനല്ലേ? ഞാനാ സണ്ണി. എന്തുട്ടാണ് ചവിയെ? റിസൾട്ട് അറിഞ്ഞു അപ്പാ മൂഞ്ചി. എന്താടാ സ്വന്തം അപ്പനോട് ഫോൺ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതെ, STD വിളിക്കുമ്പോ പൈസ അധികം ആകാതിരിക്കാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയണമെന്ന് അപ്പം പറഞ്ഞിരിക്കണം. അതുകൊണ്ടാ. നിന്റെ നാവിറങ്ങിപ്പോയോ ബാക്കിയുള്ളവരെ തീ തെറ്റിക്കാനായിട്ട്? വീട്ടിലൊന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ നിനക്ക്? അത് പിന്നെ ഈ പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞപ്പോ ആ സന്തോഷം കൊണ്ട്, അല്ലല്ല ആ സങ്കടം കൊണ്ട് ഞാൻ ഈ കൂട്ടുകാരൊക്കെ ഒരു പൂശാനുണ്ടല്ലോ. പരീക്ഷയ്ക്ക് ജയിച്ചിട്ട് ക്ലാസ്സാ വാങ്ങിട്ട് നമ്മൾ മലമ്പുഴയിലെ ഊട്ടിയിൽ പോയാൽ അത് മനസ്സിലാവും. ഇത് തോറ്റ് തൊപ്പിടിയുടെ കറങ്ങാൻ പോയിട്ട് വന്നിരിക്കണു. പിന്നെ എങ്ങനെയാ ചവി ഇങ്ങോട്ട് പോന്നേ? അവിടത്തെ കൂടാമായിരുന്നില്ലേ? ഞങ്ങള് കൂടായിരുന്ന, പക്ഷെ കയ്യിലെ കാശൊക്കെ തീർന്നു. അപ്പച്ചന് ടെലഗ്രാം അടിച്ച് കാശൊക്കെ വരുത്താന്ന് വിചാരിച്ചതാ. ആളും എടുക്കണ കേട്ടോ. പിന്നെന്താണ് വേണ്ടത് വെച്ചേ? അപ്പച്ചന് ഫീലിങ്സ് ആവുന്ന് വിചാരിച്ചു. അപ്പച്ചന്റെ ഫീലിങ്സ് ഒക്കെ ഒരു പുത്രനെ. എടാ മോനെ, അവിടെ വല്ല സൂയിസൈഡ് പോയിന്റ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്ന പിന്നെ ഈയിടെ ഒരു കപ്പിൾസ് ചാടി മരിച്ചൊരു ബ്യൂട്ടിഫുൾ സൂയിസൈഡ് പോയിന്റ് അവിടെ ഉണ്ടായിരുന്നു. എന്തേ? നിനക്ക് അവിടെ ചാടി ചാകാൻ പോയതോടാ ചവിയെ. അപ്പച്ച മുണ്ടിപ്പോരുത്. ഞാൻ പിശിക്കുണ്ടാക്കുന്ന കാശെടുത്ത് അടിച്ചു പിടിച്ച് തൂർത്തടിക്കാന്ന് വെച്ചാലേ എനിക്കിങ്ങനെ മകനെ വിചാരിച്ചോളേ. അപ്പന്റെ പിശുക്കാരനാ മകൻ ഇങ്ങനെ ആയത്. ഇങ്ങനത്തെ ഒരു മുടിഞ്ഞ സന്താനം ലൂസിഫർ. എടീ, ഇവൻ എന്റെ മോൻ തന്നെയാണോടി? ഇപ്പോഴാ എനിക്ക് ഉറപ്പായത് ഇവൻ നിങ്ങളുടെ മോൻ തന്നെയാണെന്ന്. നിങ്ങളുടെ അപ്പൻ മരിച്ചു കിടന്നപ്പോഴേ ആരും കാണാതെ അപ്പന്റെ പണപ്പെട്ട് തപ്പിയെന്നല്ലേ നിങ്ങള്? ആ തപ്പി. എന്റെ അപ്പന പണപ്പെട്ടിയല്ലേ? നിന്റെ അപ്പൻ ലോനപ്പന പണപ്പെട്ടിയല്ലോ. എടുക്കരുതേ. ഈ മരണ വീട്ടിലെ തിക്കിനും തിരക്കിനും പെട്ട് നമ്മളിങ്ങനെ സന്തോഷിച്ചായിരിക്കുമ്പം ആരെങ്കിലും വന്ന് എന്റെ അപ്പനെ പറ്റി അടിച്ചു മാറ്റുന്നതിന് മുമ്പ് ഞാൻ അടിച്ചു മാറ്റി. എടി വടിയായ ഒരു ഡീസന്റ് വടിയായി. പിന്നെ ജീവിച്ചിരിക്കുന്ന കാശ് വേണ്ടി ചവിയെ. വേണ്ട വേണ്ട, നിന്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട. എന്റെ കർത്താവേ, കോളേജ് ഫീസ്, ട്യൂഷൻ ഫീസ്, മറ്റേ ഫീസും പറഞ്ഞ് എത്ര കാശ് പിശാ ചെലവാക്കിയിരിക്കണേ. ആ കാശ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരേക്കർ സ്ഥലം വാങ്ങിയിടായിരുന്നു. അറിയണേ, ഒരേക്കറൊന്നും കിട്ടൂല. സ്ഥലത്തിനൊക്കെ ഇപ്പൊ എന്താ വേല? ചോറ് നിങ്ങൾ അവനെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പരീക്ഷ തോറ്റ സ്ഥിതിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവനോട് ചോദിക്ക്. നമുക്ക് ഇവനോട് തൂക്കിക്കൊന്നാലോ? നീ ചോദിക്കണ പിശാശേ. എനിക്കിനിയും പഠിക്കണം. കൊല്ലിഞ്ഞ് നീ പഠിച്ചൊക്കെ മതിയോ പിശാശേ? വല്ല തൊഴിലും ചെയ്യാൻ നോക്ക്. അതിന് ഇവന് വല്ല തൊഴിലും അറിയുവോ? എടി ശീമപ്പോർക്കെ, നമ്മളൊക്കെ നമ്മുടെ വയറ്റത്ത് ഇങ്ങോട്ട് വരുമ്പോ തൊഴിലും പഠിച്ചോണോ വരണേ? എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റൂല. ഞാൻ വല്ല ബിസിനസ്സും ചെയ്തോളാം. എന്ത് ബിസിനസ് ചെയ്യാനാ നിനക്ക് താല്പര്യം? അങ്ങനെ ചോദിച്ചാ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാലും നിന്റെ മനസ്സിന് താല്പര്യമുള്ള എന്തെങ്കിലും ബിസിനസ് കാണൂല്ലോ. ഒരു ലേഡി സ്റ്റോർ അടിക്കാലോ. അപ്പൊ പിന്നെ പേരും കൂടി പുറകെ നടക്കണ്ടല്ലോ.
എല്ലാ നിങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ കൊക്കുരുമാൻ. എടാ മോനെ, നീ ലേഡീസ് സ്റ്റോറെ കണ്ടോണ്ട് സർക്കസ് കാണിക്കണ്ട. ഈ ലേഡീസ് സ്റ്റോർ എന്ന് വെച്ചാ കോപ്പറേറ്റീവ് സ്റ്റോർ അല്ല, ലേഡീസിന്റെ വാക്കാൻ വേണ്ടി പോയത്. എന്നാൽ ഇവന് പറ്റിയ ബിസിനസ് എന്താന്ന് നിങ്ങൾ പറ. ഞാൻ ആലോചിച്ചിട്ട് 4 കാശ് ഉണ്ടാക്കാനുള്ള വഴി ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഇടുക. വണ്ടി ഇങ്ങനെ ദിവസവും പെരുകിക്കൊണ്ടിരിക്കല്ലേ, അപകടവും. വർക്ക്ഷോപ്പ് എനിക്കുണ്ടോ? എടാ, ഈ ആമ്പിള്ളേർക്ക് പറ്റിയ പണിയാണോ പെമ്പിള്ളേരെ ചാന്തും പൊട്ടും കൺമഷിയൊക്കെ വിൽക്കുന്നത്? ചാന്തും പൊട്ടും റിബണും മാത്രമല്ല, അവർക്ക് മന്ത്ലി ആവശ്യമുള്ള വേറെ ചില സാധനങ്ങളുണ്ട്. അപ്പൊ മാസത്തിന് കച്ചവടം ഉള്ളൂ. എടാ പിശാശുമോറ, ഒരു വർക്ക്ഷോപ്പ തുടങ്ങിയാലേ വണ്ടിപ്പണി നടക്കും, കാശാ കിട്ടും. വണ്ടിപ്പണിയൊന്നും എനിക്കുണ്ടോ? എന്റെ പാന്റ് ഷർട്ടൊക്കെ മുഷിയും. അയ്യടാ, നീ ഷർട്ടും പറഞ്ഞിട്ട് ഞെളിഞ്ഞങ്ങനെ നടന്നോ. പറഞ്ഞു കേട്ടാ കേട്ടാ, മുണ്ടിപ്പോലത് പറഞ്ഞു കേക്കണ മേസ്ത്രിയെ. അച്ഛൻ പറഞ്ഞ ഈ പഴഞ്ചൻ ബിസിനസ് ഒന്നും നടത്താൻ എനിക്ക് പറ്റില്ല. പലചരക്കട എന്താടാ അത്രയ്ക്ക് മോശമാണോ? എന്റെ വല്യച്ഛൻ 4 പെമ്മക്കളെ കെട്ടിച്ചയച്ചതും ഇക്കണ്ട സ്വത്ത് മുഴുവൻ സമ്പാദിച്ചതും ആ കവലയിലെ പലചരക്കട ഒന്നുകൊണ്ട് മാത്രമാണ്. അറിയാം നിനക്ക്? പലചരക്കട എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ നിനക്ക് എന്ത് ബിസിനസ്സാ ഇഷ്ടം വെച്ചാ അച്ഛനോട് തുറന്നു പറ. എടാ മുഖത്തേക്ക് നോക്കടാ, നിനക്ക് പെണ്ണാലോചിക്കല്ല, ഒരു ബിസിനസ് ഇട്ട് തരാനാ. പറ മോനെ, നിനക്ക് എന്ത് തുടങ്ങാനാ താല്പര്യം? ഞാനൊരു ബിസിനസ് കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് ബിസിനസ്? ആ വുമൻസ് കോളേജിനടുത്ത് ഒരു ലേഡീസ് ഗാർമെന്റ് ഷോപ്പ്. ലേഡീസ് ഗവൺമെന്റാ? ഗവൺമെന്റ് അല്ലമ്മേ, ഗാർമെന്റ്സ്. എടി നിനക്ക് മനസ്സിലായില്ലേ? ഈ പെണ്ണുങ്ങൾക്കുള്ള മറ്റത് പെണ്ണുങ്ങൾക്കുള്ള? എടി പെണ്ണുങ്ങൾക്കുള്ള ചട്ടിയും പ്രായം വിൽക്കണ കട. അത് മാത്രമല്ലമ്മേ, സൽവാറും കമ്മീസും ചുരിദാറും എല്ലാം ഉണ്ട്. നമ്മുടെ തറവാടിന് ചേർന്ന ബിസിനസ് ആണോടാ ഇത്? എന്റെ അമ്മാവനത് അറിയണ്ട. പിന്നെ ഈ പടിക്കകത്ത് കയറില്ല. ഓ പിന്നെ നല്ല അടിപൊളി ബിസിനസ് ആണ് സാർ. ആ ഇത്രയും കാലം അടിച്ചു പൊളിച്ചതൊക്കെ മതി. ഇനി നീ എന്നെ പൊളിച്ചെടുക്കണ്ട. മറ്റാര് തുടങ്ങിയാലും പെമ്പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു കച്ചവടം എന്റെ മോൻ തുടങ്ങണ്ട. ഞാൻ അതിന് പണം മുടക്കുന്ന പ്രശ്നമില്ല. എന്നാ പിന്നെ വേറെ വല്ല ബിസിനസ് ഇട്ടുകൊടുക്ക്. അത് ഞാൻ ഇട്ടുപാട്ടെന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും എന്ത് തുടങ്ങണമെന്ന്. ആ ഒരു കാര്യം എനിക്കിപ്പോ മനസ്സിലായി. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന്, നടക്കുന്നത് മറ്റൊന്ന്. അതെന്താടാ? എനിക്ക് എന്റെ അപ്പനിട്ട് തരാൻ പോണ ബിസിനസ് എന്താണെന്ന് അറിയോ? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഒലക്ക. ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തുടങ്ങാനുള്ള പണം മുടക്കാമെന്ന അപ്പം പറയണത്. എന്റെ ഫാദർ പറഞ്ഞത് പലചരക്കട തുടങ്ങാനാ. ഈ തന്തപ്പടികൾക്കൊന്നും യാതൊരു കോമൺ സെൻസും ഇല്ല. പിന്നെ എന്ത് ചെയ്യണ? എടാ ബിസിനസ് ഏതായാലും 4 കാശുണ്ടെങ്കിൽ പോരെ പോരെ. നിങ്ങളുടെയൊക്കെ ബാപ്പമാരുടെ കയ്യിൽ ഒരു ബിസിനസ് ഇട്ട് തരാൻ പറഞ്ഞ ഇഷ്ടം പോലെ കാശുണ്ട്. നമ്മളാണ് ഡ്രൈവിംഗ് പഠിച്ചിട്ട് നാളായി ഒരു ഡ്രൈവറായിട്ട് പോലും ജോലി തരാൻ ആരുമില്ല. ആരാടാ നിനക്ക് ജോലി തരുന്നത്? വടിവേലുവിനെ പോലെ ഒടിഞ്ഞ് മടങ്ങി നുറുങ്ങി വടിയായിരിക്കല്ലേ? വണ്ടിപ്പണി തെണ്ടിപ്പണിയാടാ. ഞാൻ കുറെ നാൾ ഓട്ടോറിക്ഷ ടാക്സി ഓടിച്ച് നടന്നതാ. മതിയായടാ. സത്യം പറഞ്ഞ ഒരു പെറ്റിക്കട നടത്തുന്നതാ ഏറ്റവും നല്ലത്. അതിന് എന്റെ കയ്യിൽ പെട്ടിക്കട തുടങ്ങാനുള്ള കാശ് വേണ്ടേ? ലത്തീഫേ, നീ വിഷമിക്കണ്ട. ഏതായാലും നിനക്കും അനിലിനും വണ്ടിയുടെ മെക്കാനിസമായിട്ട് അല്പമെങ്കിലും ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ അപ്പന്റെ ആഗ്രഹം പോലെ തന്നെ നമുക്കൊരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കൊടുക്കാം. ശരിയാ, തൽക്കാലം നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ബിസിനസ് നിന്റെ അപ്പം പറഞ്ഞു തന്നെ. ലേഡീസ് സ്റ്റോർ എന്ന സ്വപ്നം ഞാനിതാ ഇവിടെ കുഴിച്ചു പോടുന്നു. നീ പേടിക്കണ്ട സണ്ണി. നല്ല കിളി പോലുള്ള ചരക്കുകളുടെ പല മോഡലിലുള്ള വണ്ടികൾ വരും നന്നാക്കാൻ. നമ്മുടെ പാച്ച് വർക്കുകളിലൂടെ അളിയാ അവളുമാരുടെ വണ്ടികളും പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ എന്നാ വർക്ക്ഷോപ്പ് അടച്ചുപൂട്ടാൻ അധികം സമയം വേണ്ടി വരില്ല. ആ അപ്പൊ പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ പേരിടണ്ടേ? എന്തു പേരിടും? സദാ ഹുസൈൻ ഓട്ടോമൊബൈൽസ്. എങ്ങനെയുണ്ട്? അയ്യേട്ടാ, അവന്റെ ഒരു ജാതി സ്നേഹം കണ്ടില്ലേ? പിന്നെ ഞാനൊരു പേര് പറയട്ടെ. എന്തെങ്കിലും പറഞ്ഞ് തൊലക്കടാ. ദേവി മൂകാംബിക ഓട്ടോമൊബൈൽസ്. അമ്മേ, എങ്ങനെയുണ്ട്? അടുത്ത ജാതി പേര്. നമുക്ക് ഇത്തരത്തിലുള്ള ജാതി പേരൊന്നും വേണ്ട. എന്നാ ജാതി പേരില്ലാത്തൊരു പേര് നീ പറയണ. എനിക്ക് പേരിടാനൊന്നും അറിയത്തില്ല. എന്റെ പേരിട്ടത് തന്നെ എന്റെ അമ്മയാ. എന്നാ ഞാൻ പറയട്ടെ. 4 ആസസ് ഓട്ടോമൊബൈൽസ്. 4 ആസസ് ഓട്ടോമൊബൈൽസ്. 4 കഴുതകളുടെ ഓട്ടോമൊബൈൽസ്. കൊള്ളാം, നിനക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. സാറേ, പരിപാടി അങ്ങോട്ട് തുടങ്ങിയാലോ? ആദ്യമായിട്ടാ ഈശ്വര പ്രാർത്ഥന. നീ എന്തൊരു തേങ്ങ പാടാൻ പോണ? തേടി വരും കണ്ണുകളിൽ ഓടിയെത്തു സ്വാമി. സ്വാമിയാ? കൃത്യമായിട്ട് പറ. എനിക്കിതേ അറിയത്തുള്ളൂ. ഇന്നൊരു കാര്യം ചെയ്യ്, ഈ സ്വാമി അങ്ങോട്ട് മാറ്റിട്ട് തോന്നു കേട്ടിക്കോ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും തോമ, തിരുവിളക്കിൻ കരിരൊളിയിൽ കുടിയിരിക്കും തോമ. അയ്യപ്പ തോമ, അയ്യപ്പ തോമ, അയ്യപ്പ.
ഈശ്വര പ്രാർത്ഥനയും വന്ന തെറ്റ് ഐ ആം എ സോറി. സ്നേഹമുള്ള വണ്ടിയുള്ള നാട്ടുകാരെ, വണ്ടി ഇല്ലാത്ത നാട്ടുകാരെ, വണ്ടി വാങ്ങാൻ പോകുന്ന നാട്ടുകാരെ, ഈ നാട്ടിലുള്ള എല്ലാ വാഹനങ്ങളുടെയും സർവീസ് ആൻഡ് റിപ്പയറിംഗിനായി ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് തുടങ്ങിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരായ 4 കിടാങ്ങൾക്ക് വേണ്ടി ഞാൻ തുടങ്ങിയതാണ് ഈ വർക്ക്ഷോപ്പ്. ഞാൻ ഒരു സന്തോഷ വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഈ വർക്ക്ഷോപ്പിരിക്കുന്ന ഈ കെട്ടിടവും ഈ സ്ഥലവും എന്റെ ഭാര്യ ഡയാന സിൽവസ്റ്റർ വകയാണെന്ന് ഞാൻ പൊതുജനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. എന്റെ ഭാര്യ ഡയാന സിൽവസ്റ്റർ സീക്രട്ട് പറയണ്ട. വിദേശത്ത് നിന്നും പഠിച്ചു വന്നവരല്ല, മറിച്ച് സ്വദേശത്ത് തന്നെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും പ്രശസ്തമായ രീതിയിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചു പാസ്സായ 4 ചെറുപ്പക്കാരായ സണ്ണി, ലത്തീഫ്, അനിൽ, പ്രദീപ് തുടങ്ങിയവരാണ് ഈ വർക്ക്ഷോപ്പ് നടത്തുന്നത്. ഈ ബാക്കി താൻ പറഞ്ഞിട്ടു കൂടുതലൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ കിട്ടുപ്പ് ഉദ്ദേശിക്കുന്നില്ല. 4 hours എന്ന ഈ വർക്ക്ഷോപ്പ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഇടിക്കുള പാപ്പച്ച സാർ എത്തിയിട്ടുണ്ട്. അനേകം കള്ളന്മാരുടെയും കൊലപാതകളെയും പുറകെ ഓളിത്തളർന്ന ഇദ്ദേഹത്തിന്റെ 70 മോഡൽ ജീപ്പ്, ഓട്ടോമൊബൈൽ പരിശീലനം നേടിയ ഇവിടുത്തെ അനിലിൽ ലത്തീഫ് നന്നാക്കിയ ജീപ്പ് അദ്ദേഹം ഓടിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നതാണ്. ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സർക്കിളേമാനെ ഞാൻ വിനയപുരസ്സരം ക്ഷണിക്കുകയാണ്. മുത്തി ഏമാൻ കയറിയാട്ടെ. സാറേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ, വർക്കത്താട്ടെ. ക്ലച്ചും ബ്രേക്കലപ്പ് ലൂസാ, അത്രോളം കുഴപ്പം. കർത്താവേ, നിങ്ങൾ വഴിയാവും. എന്റെ ശബരിമല ധർമ്മശാസ്താവേ, കിഴക്കേ പടത്ത കേസിന്റെ വിധി ഇന്നാണ്. അനുകൂലമാണെങ്കിൽ ഒരു മുഴുക്കാപ്പും നെയ്യഭിഷേകവും ഞാൻ നടത്തിയേക്കാമേ. ഈശ്വര, എല്ലാം മംഗളമായി ഭവിക്കണേ. ദുശകുനങ്ങൾ ഒന്നും കാണിക്കല്ലേ അയ്യപ്പാ. ഈശ്വര, നശിപ്പിച്ചു. നിന്നെ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പ്രദീപിനെ അന്വേഷിച്ചു വന്നതാ. അവനെയും കാണാനില്ല, വർക്ക്ഷോപ്പിൽ കിടന്ന സുമയും കാണാനില്ല. അവൾ എന്തിനാണ് വർക്ക്ഷോപ്പിൽ വന്ന് നടന്നത്? അവളല്ല, വണ്ടിയാ. ആ, വണ്ടിയാന്ന് മനസ്സിലായി. ഉച്ചക്കുറുക്കേണ്ട വണ്ടിയാ. അവിടെ നിന്ന് തടി കേടാവും, അതുകൊണ്ടാ ഇങ്ങോട്ട് പോണേ. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങി പോകുമ്പോഴാണോ നിന്റെ ഇങ്ങോട്ടുള്ള എഴുന്നള്ളത്ത്? നിന്നെ കണ്ട അന്നത്തെ ദിവസം പോക്കാം. കഴിഞ്ഞ ആഴ്ച നിന്നെ ശകുനം കണ്ടു പോയിട്ട് സംഗതി കുശാലായിരുന്നു. കിണിക്കുന്നു, ഇടി കൊണ്ടില്ലെന്നേ ഉള്ളൂ. അതാ എല്ലാവരും ശവനം നിൽക്കാൻ എന്നെ കൊണ്ടുപോകുന്നത്. വഴി മുടക്കാതെ മാറിക്കടാ. ഇങ്ങോട്ടെങ്ങോട്ട് പോണ, അങ്ങോട്ടങ്ങോട്ട് പോടാ. വിശാലാക്ഷി, എന്നെ വിളിച്ചോ? മുറ്റത്ത് ചൂലുമായിട്ടിരിക്കുന്ന വേലക്കാരോട് കൺമുന്നിൽ നിന്ന് മാറി നിൽക്കാൻ പറ. ഒരു ദുശകനം കഴിയുമ്പോ മറ്റൊരു ദുശകനം. ഇങ്ങോട്ട് വരില്ല, പുറത്തൂടെ പോ. അതുകൊള്ളാം. ജാനു, അദ്ദേഹം ഇറങ്ങുന്നു. നീ ചൂല് കൊണ്ട് അപ്പുറത്തേക്ക് എങ്ങാനും പോ. എന്നെ അറിഞ്ഞത് ഈ തണ്ടി പോയി. നിന്റെ കേസാണ്. എന്താണോ ഇത്? അല്ല, ഒരു പൂച്ച വട്ടം ചാടി എന്റെ വണ്ടിയുടെ മുമ്പിൽ വട്ടം ചാടണോ? ഒരു ചിക് 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 ചിറകിൽ മഴവില്ലു വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. ഹായ് ജൂലി.
എന്താ ലോട്ടറി അടിച്ചോ? ലോട്ടറിയോ? ഇല്ല. എന്താ? അല്ല, പതിവില്ലാതെ കാറിൽ വന്നതുകൊണ്ട് ചോദിച്ചതാ. അത് ലോട്ടറി അടിച്ചൊന്നുമല്ല. പിന്നെ എവിടുന്നെങ്കിലും പൊക്കിയതാണോ? പൊക്കിയതോ? നോ നോ, സോറി ജൂലി. ജൂലിയോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഐ ആം റിയലി സോറി. ഇന്നലെ ഞാൻ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഓപ്പൺ ചെയ്തു ഫോർ ആസസ് ഓട്ടോമൊബൈൽസ്. പിന്നെ കൂട്ടുകാരികൾക്ക് വല്ല പണിയുണ്ടെങ്കിൽ, കൂട്ടുകാരികളുടെ വണ്ടിക്ക് വല്ല പണിയുണ്ടെങ്കിൽ ഫോർ ആസസ് ഓട്ടോമൊബൈൽസൊക്കെ വരാൻ മടിക്കണ്ട. സ്വാഗതം. എന്തോന്ന് ഓട്ടോമൊബൈൽസ്? ഫോർ ആസസ് ഓട്ടോമൊബൈൽസ്. 4 കഴുതകൾ, പറ്റിയ പേര്. ഞങ്ങൾ 4 പേര് പാർട്ട്നേഴ്സാണ്. ഐ ആം ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ ഓട്ടോമൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓഹോ, അപ്പൊ സാറ് രാവിലെ റിപ്പയറിംഗിന് തന്ന വണ്ടിയുമായി ക്യാൻവാസിംഗിന് ഇറങ്ങിയതല്ലേ? ഓഫ് കോഴ്സ്. നോ 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 നോ, ഞാൻ ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്താ. വണ്ടിയുടെ ഫൈനൽ ചെക്കിംഗ് ഞാൻ നടത്താറ്. പിന്നെ ജൂലിക്ക് ഫൈനൽ ചെക്കിംഗ് താല്പര്യമില്ലെങ്കിൽ എന്നാ സാറ് പോയി ചെക്ക് ചെയ്യേ, ഞാൻ പോവാ. അല്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ കാറി കയറി. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ബസ്സിൽ ഭയങ്കര ഇടിയാ, നമുക്ക് കാറി പോവാം. ഫൈനൽ ചെക്കിംഗ് വിത്ത് AC. വേണ്ടാന്നേ. എന്നാ ബസ്സിൽ ഞാനുണ്ട്. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഈ വണ്ടി ചേട്ടന്റെ സ്വന്തം പോലെ ഒന്ന് നോക്കിക്കണം. ഞാൻ ഇപ്പൊ വരാം. വണ്ടി വിടല്ലേ, ബസ് വിടല്ലേ. ഇങ്ങോട്ട് മാറി നിൽക്കാം. ഈ പുറയിൽ പന്തലിക്കെല്ലാം തലങ്ങെടുക്കണോ? ഈ പെണ്ണിന്റെ പരിപാടി മാറിക്ക്. ചേച്ചി മേനകല്ലേ? അപ്പച്ചോ ഇന്നലെ കണ്ടില്ലല്ലോ. ചേട്ടാ കെട്ടെടുത്തോ? വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ഹലോ ചേട്ടാ, ഇതിനു മുമ്പ് വർഷാപ്പിലായിരുന്ന ജോലി. അതെങ്ങനെ മനസ്സിലായി? ജാറ്റി വെക്കണമെന്ന് ചോദിച്ചാണേ. കണ്ടക്ടറാണ് ഞാൻ. ആ നെറ്റൊക്കൊന്നും മര്യാദ നിർത്ത്. അല്ല, സാറ് പണി നിർത്തിയാ? കുറച്ചു ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഞാൻ അളിയനെ സഹായിക്കാം. അലീന എന്ത് ചെയ്യുന്നു? അളിയൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. ഇപ്പൊ വരാവേ. ആരാ മനസ്സിലായില്ലല്ലോ? എന്നെ മനസ്സിലായില്ലേ? സുപ്രസിദ്ധ നോവലിസ്റ്റ് മനോരഞ്ജൻ ഭീഷ്ണോദയം എന്ന് കേട്ടിട്ടുണ്ടോ? താങ്കളാണോ നോവലിസ്റ്റ് മനോരഞ്ജൻ ഭീഷ്ണോദയം? അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറാ, ദിലീപ് ദീപികോദയം. ഞാനും ചെറുതായിട്ടൊക്കെ എഴുതാറുണ്ട്. താൻ ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ, അതിന് ഞങ്ങളൊന്നിട്ട് വേണ്ടേ? അപ്പോഴേ ദീപികോദയം താൻ കഥയായിട്ട് വന്നതാണോ? ഇത് പത്രാഫീസല്ല, വർക്ക്ഷോപ്പാ, വർക്ക്ഷോപ്പ്. അതറിയാം, ഞാനൊരു ചെറിയ ട്രബിൾ ആയിട്ട് വന്നതാ. തലക്കായിരിക്കും അല്ലേ? ഏയ് അല്ലല്ല, ഞാൻ ഓടിക്കുന്ന കാറിനാ. കാറിന് എന്ത് പറ്റി? മീനച്ചൂടിൽ കത്തിയിരിയുന്ന നാഷണൽ ഹൈവേയിലൂടെ കാർ ഓടിക്കുമ്പോൾ മനസ്സിനുള്ളിൽ നെരിപ്പോടിരിക്കുകയായിരുന്നു. ചിന്തകൾ ചിലന്തി വലകൾ പോലെ കെട്ടുപിണയുന്നു. ആർക്കാണ് തെറ്റുപറ്റിയത്? ഏതായാലും തനിക്കല്ല. താൻ തെറ്റ് ശരിയും പറയാതെ കാറിന് എന്ത് പറ്റിയെന്ന് പറ. ഇവിടെ മനുഷ്യന് 100 വട്ടം പണിയുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പെട്ടെന്നാണ് ഹുങ്കാര ശബ്ദത്തോടെ എഞ്ചിൻ ഓഫായത്. ഫാൻ ബെൽറ്റ് പൊട്ടിയതാണോ? ഒരു നിമിഷം സംശയിച്ചു. ഇല്ല, സ്റ്റാർട്ടാകുന്നില്ല. ഇത്രയും നേരം സുഗമമായി ഓടിയ വാഹനമാണല്ലോ, പിന്നെന്താ ഇപ്പോഴിങ്ങനെ പറ്റാൻ? ഞാൻ ചിന്തിച്ചു. പിറകിൽ വാഹനങ്ങളുടെ നീണ്ട ഹോണടി. എടുത്തു മാറ്റടാ നിന്റെ പാട്ടവണ്ടി. ആരുടെയോ ആക്രോശം, ഒപ്പം കുറെ നല്ല പച്ചത്തറികളും. കാതു പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. ഇവന്റെ കാതിലിട്ടൊന്ന് പൊട്ടിക്കണം എനിക്കിപ്പോ തോന്നണത്. പൊട്ടിക്കട്ടെ. ഡീസൽ ടാങ്ക് ഒരു മരുഭൂമിയായി മാറുകയാണോ? മനസ്സിൽ സംശയം പിന്നെയും ബാക്കി നിന്നു. ആരെങ്കിലും ഒന്നൊന്ന് തള്ളിത്തന്നിരുന്നെങ്കിൽ. എന്റെ മനസ്സ് വെറുതെ ഒന്ന് ആഗ്രഹിച്ചു പോയി. പിന്നെ എപ്പോഴോ വാഗമരത്തിന്റെ ഇത്തിരി തണലിൽ ഒരു അനാഥ ശവം പോലെ ആ വാഹനം തള്ളിയിട്ട് വർക്ക്ഷോപ്പ് ലക്ഷ്യമാക്കി നടന്നു. സഹോദര, ഓ, താങ്കൾ എന്താണ് പറയുന്നത്? ഞങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. രാവിലെ വന്ന് കയറിക്കൊള്ളൂ ഓരോ കുരിശുകൾ. മനുഷ്യന്റെ പണി മെനക്കെടുത്താൻ ഒന്നിറങ്ങി പോടാ. അപ്പൊ എന്റെ വണ്ടി ഒന്ന് പോടെ തെണ്ടി. അയ്യോ, കടന്നു കളഞ്ഞടോ ആ കള്ള റാസ്കൽ. അല്ല, അവനെ ഞാൻ പൊക്കിക്കോളാം. എങ്ങോട്ട് സാറേ പോയത്? അവ ഇങ്ങനെ പോയി. ഇത്രേ ഉള്ളൂ സാറേ. നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നീ കൊമ്പനായി കണ്ട്രോൾ ഇടിക്കുന്ന പാർട്ടി എന്നടാ.
മതിപ്പിക്കോ. ഇതെന്താ സാറേ, ഒരു 50 രൂപ കണക്കി വയ്ക്കണേ, പോയി കാശ് അവനെ കിട്ടിയോ? അവൻ കടന്നു കളഞ്ഞില്ലേ? ടൗണിൽ കൂടെ 35 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. 50 കിലോമീറ്റർ സ്പീഡ് വരുമ്പോ 35 കിലോമീറ്റർ എങ്ങനെ കാണാനോ? അവൻ പോട്ടോ, അവന് 10 പൈസ കാണില്ല. കണ്ടാ അറിയാൻ പാടില്ല ദരിദ്രവാസിയാണെന്ന്. അവനെ എന്റെ കയ്യിലോട്ട് കിട്ടിയ ചെണ്ട പോലീസ്. നീ എന്താ ചായലിക്ക് നോക്കി ചിന്താവിഷ്ടയ ശ്യാമളെ പോലെ വിഷമിച്ചിരിക്കണത്? ഏതെങ്കിലും വണ്ടിയോടെ വന്ന് ബഹളം വെച്ചോടാ. അതല്ല, ഇതെങ്ങനെയാ ഒന്ന് കുടിക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതാണ് കാര്യം. ഇങ്ങനെയാണ് ചായ കുടിക്കാം. നീ ആ ചായ കുടിച്ച? കുടിച്ച്. ആ ചായയിൽ ഒരു പല്ലി എത്തി കിടന്നതാ. ആ പല്ലി എടുത്ത് കളഞ്ഞിട്ട് എങ്ങനെയാ ചായ കുടിക്കാന്ന് കരുതി വിഷമിച്ചിരിക്കുന്നു ഞാൻ. പല്ലി ടൈറ്റാനിക് മുമ്പ് കേട്ടൊന്നും ഞാൻ ഇവന്റെ കാര്യം ചെറുക്കളിയാ. അവള് നമ്മുടെ ഡിക്രൂസ് അങ്കിളിന്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. ഇനി അവള് ഡിക്രൂസ് അങ്കിളിന്റെ മോളായിരിക്കും. ആരുടെ മോളായാലും കലക്കം പീസളിയാ. എന്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി, മേരാ സപ്നേക്ക് റാണി സംജ. പല്ലിയുടെ മാറ്റം പൊന്നേ. എന്നെ പല്ലി വേണം ചായ കുടിപ്പിച്ചു ഞാൻ പറഞ്ഞു. അതിന് കാര്യം അറിയാൻ നീ എടുത്ത് കുടിച്ചതിന് ഞാൻ തീരാ. നീ കുറെ നാളെ പറ്റിക്കാൻ തുടങ്ങി. ശരിയാക്കി തരാട്ടാ. ഇതാരി ഡിക്രൂഷങ്കളു എങ്ങനെയുണ്ട്? നീ എല്ലാം പഠിച്ചു. കളരിഗുരുവിനെന്റെ നന്ദി. ഏതാ ഈ പെൺകുടി? എന്താ ഇത് മാർക്കറ്റാണോ? എപ്പോ നോക്കി ഒച്ചപ്പാടും ബഹളവും. അങ്കിൾ, ഞങ്ങൾ മിമിക്രിയുടെ പ്രാക്ടീസ് നടത്തിയതാ. വാട്ട് മിമിക്രി? മാക്രി മിമിക്രി ഒന്നും ഇവിടെ വേണ്ട. വളരെ ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണത്, മനസ്സിലായോ? ഐ നോ അങ്കിൾ. അങ്കിൾ? വാട്ട് അങ്കിൾ? ആരാണ് അതിന്റെ അങ്കിൾ? See, this is my only daughter, Anita at the Degrees. ഹലോ. ഇവൾ ഇവിടെ സ്റ്റഡി ലീവിന് പഠിക്കാൻ വന്നതാ. നിങ്ങളുടെ ബഹളം കേട്ടുകൊണ്ട് ഇവൾക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും? ഐ നോ അങ്കിൾ. So, don't make any other noise here. ശാന്തമായി പണിയെടുക്കൂ. Understand? Come on, baby. Come on. കണ്ടികളിയാ എന്തിന് പോക്കാ. ആ ചട്ടക്കാരുടെ കാലിന്റെ വണ്ണം കണ്ടടാ. അവന്മാര് പുറത്തുപോയി വളയ്ക്കാൻ ശ്രമിക്കുമ്പോ പടച്ചോ നമുക്കായി നമ്മുടെ മുമ്പിൽ കൊണ്ട് തന്നാടാ. കണ്ടില്ലേ? ബ്യൂട്ടിഫുൾ. ഇന്ന് ഇവനിട്ട് പണി പറ്റിക്കാം. നീ വാ. ഒടേക്കാരും കൊണ്ടുപോയി. ഒടേക്കാരും ഉടമസ്ഥൻ കൊണ്ടുപോയെന്ന്. അതെ, അവര് വരുമ്പോ വണ്ടി കാണാത്തോണ്ട് വണ്ടി വിട്ടിട്ട് കീ കൊണ്ടപ്പോ പോണേ. വണ്ടിയുടെ കീ കൊണ്ടുപോയി വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇവിടെ വണ്ടി സ്റ്റാർട്ട് ആക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഓ, വേഷം കെട്ട് കളഞ്ഞ് വണ്ടിയുടെ കീറാ. അതെ, നിനക്കൊക്കെ മാത്രം പെമ്പിള്ളേര് വണ്ടി കയറ്റി ലൈനടിച്ചിരുന്നാ പോരാ, ഞങ്ങൾക്കൊന്നും ലൈനടിക്കണ്ടേ? നിങ്ങളിങ്ങനെ മുതലാളിമാരായിട്ട് വണ്ടി കയറി കറങ്ങാനും ഞങ്ങളിങ്ങനെ പണിക്കാരായിട്ട് ഓയിലും ഗ്രീസും ഒക്കെ തിന്ന് കണ്ടവന്മാരെ തെറിയേക്കാൻ ഇനി പറ്റൂല. നിനക്കറിയോ, ഈ വർഷാപ്പിൽ കയറി പിന്നെ ഒറ്റ പെമ്പിള്ളേര് പോലും എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. കറുത്ത് കരി പോലെ ഞാൻ. ഒരു വെളുത്ത സായിപ്പ്. നീ കുളിക്കണ വെള്ളം കൊണ്ടല്ലടാ കരിയോയിലുണ്ടാക്കണത്. ഓ, എലിക്കല്ലേ, നമ്മളും അങ്ങനെ തന്നെയാണ്. മോനെ, നീ ഇങ്ങനെ സോപ്പിട്ട് പതപ്പിക്കില്ലേ? എന്തൊക്കെ പറഞ്ഞാലും വണ്ടിയുടെ കീ തരുന്ന പ്രശ്നമില്ല. കളിക്കാതെ കീ എടുത്ത്. നിനക്കാ ജോലിയായിട്ട് കറങ്ങാനുള്ള കള്ള. ഇത് എത്രാമത്തെ ലോകമാണ്? ഇത് അതൊന്നും അല്ല, ഒരു അത്യാവശ്യ കാര്യത്തിന് നീ കീ എടുത്തേ. നിന്റെ അടവൊന്നും ഇവിടെ എടുക്കേണ്ട കീ തരുന്ന പ്രശ്നമില്ല. എന്നാ ഞാൻ എന്താ ഇത്? നിങ്ങളല്ല പറയുമ്പോൾ ബഹളം ഉണ്ടാക്കരുത്. എന്റെ പൊന്നങ്കിൾ, ഞാൻ ഇത് തന്നെ പറയരുത്. എപ്പോ മുഖ്യമായിട്ട് രണ്ടെണ്ണോട് കീരി പാമ്പ് പോലെ. അങ്കിൾ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാനൊന്ന് പോയി കിറങ്ങിയിട്ട് വരാം. അല്ല സോറി, കിറങ്ങിയിട്ട് വരാം. മറ വണ്ടി ഓടത്തേണ്ടി. ഇനി ഇവിടെ എന്തെങ്കിലും വല്ല ന്യൂസസ് ഉണ്ടാക്കിയാൽ രണ്ടിനെ ചവിട്ടിയെ പുറത്താക്കും, പറഞ്ഞേക്കാം.
എടാ പപ്പം കന്നാലി, അവന്റെ വേല എന്റെ അടുത്ത് നടക്കുവോ? അവനല്ല, അവന്റെ അപ്പം കന്നാലിയെ വിറ്റ കാശ് ഇടയിൽ ഇരിക്കണേ. മണ്ഡലം പ്രസിഡന്റ് തോമസ് നരിക്കളത്തിന്റെ അളിയനാ, അതിന്റെ തണ്ടാവന്. എന്തൊട്ടും മണ്ഡലം പ്രസിഡന്റ് ചുമനൂഷിയുടെ പേരുണ്ടോ? നീ വണ്ടി പിന്നാലെ വിടറാ. ഡ്രൈവറില്ലാതെ കാർ ഓടുകയെ ഒന്ന് കാണണമല്ലോ. ഇത് വല്ല കുട്ടിച്ചാത്തനം പറ്റാണോ? എങ്കിലാ ചാത്തം കൂടെ കണ്ടച്ചതിന്റെ കാര്യം. ആ, കുട്ടിച്ചാത്തൻ സരിതെ കളിക്കുന്നുണ്ട്. സാറിന് അവിടെ പോയി കാണാം. അവന് മണികളെ കളിക്കട്ടാ. നീ വണ്ടി ഇടറാ. അങ്ങനെ വിടറാ. തലപൊക്കല്ലേ തലപൊക്കല്ലേ. എന്താ ഇടക്കിടക്ക് തലപൊങ്ങണേ? ഇനി വല്ല കൺകെട്ടോ മാജിക്കോ മറ്റാണോ? നീ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് നിർത്തിക്ക്. പൊക്കല് ഞാനാ നിർത്താം. നിർത്താം നിർത്താം. വണ്ടി നിർത്താം. വണ്ടി നിർത്താം. ചനിയ അടിക്ക് ഞാൻ നിർത്താം. നിർത്താ അങ്ങനെ നിർത്താ. ആഹാ, നീയായിരുന്നോ മൈരൽ സണ്ണിക്കുട്ടി ചാത്തൻ? അപ്പൊ ഒരു ആക്സിഡന്റ് ആയിട്ട് കുട്ടിയാ. ഈശോയെ, ആ റെയിൽവേ ബ്രിഡ്ജിനടുത്ത് വെച്ച് ഇടിച്ച വണ്ടി നിർത്താതെ പോയി. മാതാവേ, ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. കർത്താവേ, വേഗം കൊണ്ടു വേഗം കൊണ്ടു. അവക്ക് ബോധം തെളിയുമ്പോ പൊട്ടോണ്ട് കാശ് മേടിക്കണം. കൊട്ട കന്നാലി അവേ. എടാ പപ്പ, എന്തൊക്കെ പറഞ്ഞാലും ഇവനെ കിടാവ് തന്നെയാ. ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വന്നാൽ അവരെ സഹായിക്കുന്ന മെന്റാലിറ്റിയാ ഞങ്ങളുടെ ഫാമിലിക്കുള്ളത്. പെട്രോൾ കാശ് കിട്ടുമോ? ദൈവമേ, എഞ്ചിൻ ഫിറ്റ് ചെയ്തപ്പോ ഇത്രയും സാധനങ്ങൾ ബാക്കി. ഇനി ഇതൊക്കെ എവിടെ കൊണ്ട് പിടിപ്പിക്കാനാണ് ഭഗവാനെ? അപ്പൊ നിർത്തേ. ആ സണ്ണിനെയും പ്രതിഭിനെ വലിയ പെമ്പിളേരും വിളിക്കുന്നതായിരിക്കും. എന്നെ കൊണ്ടൊന്ന് പോയാ ആ പണ്ടാരം എടുത്ത് വല്ല തോട്ടിക്കളയും ഞാൻ. ഒരവളുമാരി എന്നെ വിളിക്കാനില്ലല്ലോ ദൈവമേ. എന്നിട്ട് അവിടെ കാട്ടിക്കിടന്നപ്പണേ. ഹലോ, ഹോറാസ് ഓട്ടോമൊബൈൽസ് അല്ലേ? യെസ്. വസന്തിന്നാ. എന്താ വസന്തേ? എന്താ 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 കാര്യം? എടോ, ഇത് ഹോട്ടൽ വസന്തിന്നാ. ഓ, ഹോട്ടലിൽ വരാനോ? എത്രയായി ബൃഹോദര? ഞാനായതുകൊണ്ട് 8 മതി. ആ, നിനക്ക് ഞാൻ ഓസിന് വണ്ടിയും പണിയണം. എന്നിട്ട് 8 രൂപ. ഹായ്, I am coming from 4S Automobile. Where is the room number 201? സെക്കൻഡ് ഫ്ലോർ. രണ്ടാം നില അല്ലേ? ഓക്കെ. ചായ ഒന്നും വേണ്ട, സാറിന് ബുദ്ധിമുട്ടാവില്ലേ? മലയാളത്തിൽ ഇവനൊക്കെ ഏത് പഞ്ചാബിയറാ? परंतु गाड़ी 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 रिपेयरिंग अंदर हम किसी के कम नहीं. जाओ और निंदा अपने कुछ ये क्या पागल आदमी है? जाओ यहाँ से. ये देखो, इसे मत छुओ. ये मेरे कमरे का घंटी है. मेरा स्विच കണ്ടില്ല, കണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല. ബെഡാമിയ ചോട്ടമിയ. വർക്ക്ഷോപ്പിൽ നിന്ന് വന്നതാണോ? അതെ. സോറി, ഞാൻ ബാത്റൂമിലായിരുന്നു. ഓ, ബാത്റൂമിൽ കയറാൻ കണ്ട ഒരു സമയം. ഈ പഞ്ചാബി എന്നെ തല്ലിക്കൊന്നേന്. പിന്നെ ഈ ബെല്ല് ഇങ്ങനെ താഴ്ത്തി വെക്കരുന്ന് പറയണം കേട്ടോ. കുറച്ചുകൂടി പൊക്കി വെക്കണം. ഹലോ. ഹായ് അനിൽ. മേരാ other classes? Yes, I know. മറ്റുള്ളവർ എവിടെ പോയിന്ന്? They gone. Repair ഗാഡി. No vehicle. Vehicle is my weakness. അതെ, മലയാളം പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. Yes, I know. Sorry, English സ്പീക്ക് ചെയ്ത് അങ്ങനെയായി പോയി. Not only English, but also മലയാളം കയറി വരും. By the way, ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണോ? No thanks. പിന്നെ ഇപ്പൊ എന്താ നിങ്ങളുടെ ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ? യുവർ ഫാദേഴ്സിന്റെ കംപ്ലൈന്റ്സ് കാരണം അതർ ഫാദേഴ്സ് വിളിച്ച് വാങ്ങി തന്നിരിക്കുക. അതുകൊണ്ട് നോ സ്പീക്കിംഗ്, നോ ബഹളം. ഓ, അതാണോ കാര്യം? പക്ഷെ നിങ്ങളുടെ ബഹളം കേൾക്കാത്ത കാരണം എനിക്കിപ്പോ ഒട്ടും പഠിക്കാനേ പറ്റുന്നില്ല.
വെറുതെ കളിയാക്കല്ലേ എന്നിട്ട് ഞങ്ങൾ ഷട്ടപ്പങ്ങളെ പേടിച്ച് ബഹളമൊക്കെ നിർത്തി. ഷട്ടപ്പങ്ങളോ? യെസ്, യുവർ ബിഗ് ഫാദർ ഡിക്രൂസ് ഡിസിൽവ. I like your company very much. You're so jolly and sweet. Thank you. By the way, ഞാൻ ആ ലൈബ്രറി വരെ പോകുക. Okay, see you. ഇതെന്താ മനുഷ്യനെ പഠിപ്പിക്കടാ? ഞാനൊരു സ്വപ്നം കണ്ടതാ. ഈ പട്ടാപ്പകല നിനക്ക് തലയ്ക്ക് വട്ടുണ്ടാ? ഒറ്റല്ലടാ, മൈ സ്വീറ്റ് അനീറ്റയുമായി കാറ്റിൽ പാറി പാർന്ന് നടക്കുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു. അത് ശരി. അപ്പൊ നൂല് പൊട്ടിപ്പോ മൂക്കും കുത്തി താഴെ വീണല്ലേ? അനീറ്റ, അനിൽ, അനീറ്റ, അനിൽ. നല്ല മാച്ച്, മാൻ ഓഫ് ദി മാച്ച്. വട്ടമിട്ട് പറക്കരുത് തെയ്യ, നെഞ്ച് വട്ടമിട്ട് പറക്കരുത് തെയ്യ, കൺകളായിരം നൂറാണ്ട് ഒയ്യ 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 തെയ്യ 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 തെയ്യ. വർഷോപ്പിൽ കിടന്ന വണ്ടി എങ്ങനെ ഇവിടെ വന്നു? അതൊരു വട്ടന. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പെണ്ണിനെ പ്രേമിച്ചു. അവളവനെ ചതിച്ചു. അന്ന് മുതൽ വട്ടായിട്ട് ഇങ്ങനെ കോളേജിന്റെ മുന്നിൽ വന്ന് നിൽക്കും. ചല്ലിക്കാരനാ. എന്നാ പോവാം. ഹലോ, ഇത് ആരെയാ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല, വർഷാപ്പിൽ ഒരു വർക്കർ. അവൻ എന്റെ അനുവാദം ഇല്ലാതെ ഒരു കാറുമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നു. ഞാൻ അവനെ ഓടിച്ചു വിട്ടതാ. എത്ര നേരം ഞാനിവിടെ കാത്തിക്കണെന്ന് അറിയാം. പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. ഓക്കെ, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. അത് പറ്റില്ല, ജൂലിയോട് എനിക്ക് അർജന്റായിട്ട് ഒരു മാറ്റർ സംസാരിക്കാണ്ട്. പ്ലീസ്, നമുക്ക് വളരെ ലോൺലി ആയിട്ടൊരു പ്ലേസിൽ പോയിരിക്കാം. ഐസ്ക്രീം പാർലറിലോ ബ്യൂട്ടി പാർലറിലോ വീട്ടിലോ കാട്ടിലോ മേട്ടിലോ എവിടെ വേണമെങ്കിലും പോവാൻ ഞാൻ റെഡി. എങ്കിൽ ആദ്യം ബ്യൂട്ടി പാർലറിലേക്ക് തന്നെ പോട്ടെ. അതെന്തിനാ? എന്റെ ഫേസ് ഒന്ന് ഫേഷ്യൽ ചെയ്യാനാ. ഇത്രയ്ക്ക് സുന്ദരമായ മുഖം ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി കൊടുത്ത് നശിപ്പിക്കണോ? വേണം. ഒരു 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 ഉമ്മ ഉമ്മ തരട്ടെ തരട്ടെ. അത് ശരി. ഇതിനാണല്ലേ നീ എന്നെ അംബാസഡർക്കാരന്റെ അകത്തിരുത്തി പണിപ്പിച്ചത്. ദേവന്മാരെ രണ്ടുപേരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നീയും ഇപ്പൊ ലയമലിക്കാൻ തുടങ്ങിയില്ലേ? ഇതേതറ 110 കെവിയോ അത് 210 കെവിയോ? ഇത് ഞാൻ കലക്കും. ഇന്ന് തന്നെ സണ്ണിയുടെയും പ്രദീപിന്റെയും ഫാദേഴ്സിനോട് ഈ കാര്യം പറഞ്ഞേക്കാം. പോരെ? ശരിയാക്കി ചാറ്റാ. പ്രേമം എത്ര മധുരമുള്ള വികാരമാണെന്ന് അറിയാമോ അനീറ്റ? മൈ സ്വീറ്റി. ഹായ്. അത്രയ്ക്ക് മധുരണ്ടെങ്കിൽ നീ എടുത്തങ്ങ് നക്കിക്കോടാ. ഇന്നത്തെ ഇടം കൊണ്ട് ഈ വർഷാപ്പ് പൊട്ടിച്ച് നിന്റെ കൊടുക്കത്തെ പ്രേമം ഞാൻ നിർത്തി തരാട്ടാ. ഇതിനെയാണ് ജലസി എന്ന് പറയുന്നത്. എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കുക എന്നത്. ജലസിയെന്നോ ലിസിയെന്നോ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ ഇത് ഞാൻ കലക്കില്ലെങ്കിൽ എന്റെ പേരിൽ എത്തിയിപ്പെന്നല്ല. അതെ, ഒരു വണ്ടി നോക്കാൻ ഒരിടം വരെ ഒന്ന് വരാമോ? വണ്ടി നോക്കാൻ? അതെ, ആ ചെമ്പൂക്കിൽ ഒരു അംബാസഡർ നോക്കാനാ. ഇയാൾക്ക് വേണ്ടിയാണ്. ഒരു മെക്കാനിക്കിനെ കാണിച്ചു വാങ്ങാന്ന് കരുതി. വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ മതി, നന്നായിട്ട് നോക്കി തരാം. അയ്യോ ഇല്ലില്ല, വർക്ക്ഷോപ്പിൽ നോക്കുന്നവർ തന്നു കൊടുത്തില്ല. അവിടെ ചെന്നാൽ വണ്ടി കാണാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു മെക്കാനിക്കിനെ കൂട്ടി പോയാ വണ്ടി കണ്ട് കണ്ടീഷൻ ആണെങ്കിൽ വിലയും പറഞ്ഞു ഉറപ്പിച്ച് അഡ്വാൻസും കൊടുത്ത് പോരാലോ. അത് ശരി, അപ്പൊ ഞാൻ തന്നെ വേണം. എടാ ലത്തീഫേ, ആ തന്നെയോ പ്രതിയോ വന്നാൽ ഞാൻ ഒരു വണ്ടി നോക്കാൻ പോയി പറഞ്ഞാൽ മതി. നീ ഞാൻ നെറ്റും പോട്ടെ കയ്യിലേക്ക് ഫിറ്റ് ചെയ്ത് ഞാൻ വന്നിട്ട് ശേഷം നോക്കാൻ പോണേ. അമ്പലത്തിന്റെ പുറകിലെ 4ാമത്തെ വീടെന്നല്ലേ പറഞ്ഞത്? അതെ. അതായിരിക്കും. അവിടെ ഒരു അംബാസഡർ കാർ കിടപ്പുണ്ട്, അതായിരിക്കും വീട്. എറണാകുളത്ത് വീട് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട്. ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. വരൂ. ഫ്രണ്ട് എവിടെ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്, പാച്ചവർക്ക് പറ്റി. വരുന്ന വഴി ബ്ലോക്ക് വല്ലതും ഉണ്ടായിരുന്നു? റോഡ് ബ്ലോക്ക് ആയിരുന്നു. വൈകിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് എനിക്കും തോന്നി. അല്ല,
മൊത്തത്തിൽ ആരാ നമ്മുടെ കക്ഷി? ആ ഇദ്ദേഹം തന്നെ. കലാഭവൻ മണിയുടെ വീടിന്റെ അടുത്ത താമസം. ഓ, അപ്പൊ മിമിക്രിക്കാരനല്ലേ? ഹേയ്, മണി ഫിലിം സ്റ്റാർ അല്ലേ? മിമിക്രിയിലൂടെ ആണല്ലോ വന്നത്. ഈ പുള്ളിക്കാരന് മിമിക്രിയിലൂടെ സിനിമയിൽ എത്താനുള്ള തയ്യാറെടുപ്പില്ല. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ആകെ ഒരെണ്ണേ ഉള്ളൂ. അത് പിന്നെ ചേട്ടാ കാണും പറയാം. എന്നാ നമുക്ക് ചായ കുടിക്കാം. അതെ, ചായ കുടിക്കുന്നതിനിടയ്ക്ക് കാണുകയും ചെയ്യാമല്ലോ. ആകി മോനോട് ചായ കൊണ്ടുവരാൻ പറ. ഏതാ മോഡൽ? മോഡലോ? ആ ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ SSLC ബുക്കിന്റെ കാര്യം. ഓ, ബുക്ക് അതൊക്കെ ഉണ്ട്. എത്ര ടെസ്റ്റ് കഴിഞ്ഞു? പരീക്ഷയുടെ കാര്യം. ഓ, അത് 2 കൊല്ലം മുമ്പ് കഴിഞ്ഞതാ. കണ്ടിട്ട് സെക്കൻഡ് ഹാൻഡ് എന്ന് തോന്നുന്നു. അതിനെന്താ, കുറച്ച് പണി ചെയ്യേണ്ടി വരും. ഒന്ന് കളർ മാറ്റണം, 2 ടയറും കട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് സാരമില്ല. നല്ല ഹൗസ്. പക്ഷെ എവിടെ കൊണ്ട് താങ്ങേറ്റുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാ പോരെ. ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവന്നാ ചേട്ടൻ എടുക്കോ? അല്ല ചേട്ടൻ എടുക്കോ? ചേട്ടൻ ചൂടാവണ്ട, പറഞ്ഞ രൂപ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സാധനം ഞങ്ങൾ കൊണ്ടുപോകട്ടെ. അല്ല, പോകുന്നതിന് മുമ്പ് കപ്പാസിറ്റിയുടെ കാര്യം ചോദിക്കണ്ടേ? സെൽഫ് എടുക്കോ? അത് പിന്നെ സാധനം കണ്ടാൽ അറിയില്ലേ നല്ല കണ്ടീഷൻ ആണെന്ന്. 6-7 പേരെ സുഖമായിട്ട് വഹിച്ചോളൂ. ഒറ്റ അടിക്ക് സെൽഫ് എടുക്കും. പെണ്ണ് കാണാൻ ഓക്കെ ഡാഡി, പോയിട്ട് വരാം. ബൈ. തീർക്കണമേ. ബൈ ബൈ. എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഹായ് ലത്തീഫ്, വരൂ ഇരിക്കൂ. താങ്ക് യു. നിക്കൂസ് അങ്കിളില്ലേ? ഡാഡി ഫ്രണ്ടിന്റെ CEO പാർട്ടി ഉണ്ടെന്ന്, അതിന് പോയിരിക്കുക. ഓ, ഞാൻ വിചാരിച്ച അങ്കിൾ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന്. അല്ല, അങ്കിളുമായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി വെറുതെ കയറുതാ. ഡാഡിയെ ഡിസ്കസ് ചെയ്യാനോ? എന്ത്? അല്ല, ഇപ്പോഴത്തെ പൊളിറ്റിക്സേ അനീറ്റ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ സ്ഥിരം ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്ക് സമയമില്ല, അങ്കിളിനും സമയമില്ല. അവന്റെ അമ്മയുടെ പൊളിറ്റിക്സിന്റെ സ്പെല്ലിംഗ് അറിയാത്തവനാ ഡിസ്കസ് ചെയ്യാൻ പോണത്. അനിൽ എവിടെ പോയി? അനിൽ ഡോക്ടറെ കാണാൻ പോയിരിക്കുക. അയ്യോ, എന്തു പറ്റി? അത് ഞാൻ എങ്ങനെ അനിറ്റോട് പറയാ? അവനൊരു മാറാരോഗ്യാണ് അനിറ്റ്. എന്താ അനിലിന്റെ അസുഖം? അത് മാത്രം അനീറ്റ് എന്നോട് ചോദിക്കരുത്. 3 വയസ്സ് മുതൽ അവന് വിടാതെ പിന്തുടർന്നൊരു മാറാരോഗം. ലോകത്തിൽ ഇത് മറ്റാരോടും പറയരുതെന്നാ അവൻ എന്നോട് പറഞ്ഞത്. അനിൽ ഇങ്ങനൊരു മാറാരോഗ്യാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താണ് അസുഖം? എന്തായാലും പറയൂ പ്ലീസ്. അവന് കൃമിയാണ്. എന്റെ കൃമി. കൃമിയോ? ക്രിമിനാലിറ്റി ഡിസ്പഞ്ചാലിസി ഹെറോട്ടിക്കിമീസ്. ഇത് പുതിയ അസുഖമാണല്ലോ, പാവം. ഡിസ്പഞ്ചാലൻസി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അപ്പോ ലത്തീഫ് ഇറങ്ങുകയല്ലേ? എനിക്കൊന്ന് കുളിക്കണം. കുളിച്ചോളൂ, ഞാനോട് വെയിറ്റ് ചെയ്യാം. വേണ്ട, ഞാൻ കുളിക്കുമ്പോ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓ, ഇനി ഞാൻ ഇവിടെ ഇരുന്ന് അനിറ്റയുടെ കുളി മുടക്കണ്ട. ഓക്കെ, സി യു. അനിറ്റ്, അനിലിന്റെ അസുഖത്തെ കുറിച്ച് പറഞ്ഞത് വളരെ സീക്രട്ട് ആയിട്ട് വെക്കണം. വലിയൊരു ഭീകര രോഗത്തിന്റെ ഉടമയാണ് അവൻ. പൂവർ ബോയ്. എന്തോ അനിൽ ഇത്രയും വലിയ ഒരു മാറാരോഗത്തിന് അടിമയാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് അനിലിനോട് എന്തെന്നില്ലാത്തൊരു അഫെക്ഷൻ. ചക്കിന് വെച്ചത് കൊക്കിനെ കൊണ്ടുപോലെ ആയില്ലോ. അല്ല, ഇനി അനിത്യം അനിൽ തമ്മിൽ പ്രേമാവോ? അയ്യോ, അങ്ങനെ ആകെ കൊള്ളായി. അയ്യേ, എന്താണ് മൂത്രമൊക്കെ സൈലിരുന്ന് വെച്ചൂടെ? ഇത് 1.5 മണിക്കൂറായി ഞാൻ വണ്ടി നിൽക്കാൻ തുടങ്ങിട്ട്. എന്റെ വണ്ടി എവിടെ കൊണ്ടുവരിക? അയ്യോ സാറേ, വണ്ടി ഇപ്പൊ വരും. ട്രെയിനിൽ പോയേക്കാം. താൻ ഇപ്പൊ വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായല്ലോ. എന്താ മനുഷ്യൻ ഒരുമാതിരി ഫൂളാക്കുകയാണോ? ഇപ്പൊ ഒരു സാർ, വിത്തിൻ ഫ്യൂ മിനിറ്റ്സ്. എന്റെ വണ്ടി എവിടെടാ? ഉച്ചയ്ക്ക് തരാമെന്നല്ലേ താൻ പറഞ്ഞത്? അല്ല, ഉച്ചയ്ക്ക് തരാമായിരുന്നു. ശരിയാക്കി വന്നപ്പോ അതിന്റെ ഗിയർ ബോക്സിന് ചെറിയൊരു പണി. അത് തീർത്തപ്പോ അതിന്റെ ക്ലച്ച് ഡിസ്കിന് ഒരു പണി. അതും തീർത്തപ്പോ അതിന്റെ ബോൾ ബെയറിംഗിന് ഒരു പണി. എല്ലാ പണിയും തീർക്കാനാ വണ്ടി ഇവിടെ തന്നത്. എന്നിട്ട് വണ്ടി എവിടെ? അല്ല, ആ വണ്ടിയുടെ കാര്യം തന്നെ പറഞ്ഞേ. അത് തന്നെ ഞാനും പറഞ്ഞത്. എന്നിട്ട് എന്റെ വണ്ടി എവിടെ ചോദിച്ചത്? അയ്യോ സാറേ, സാറിന്റെ വണ്ടി ഈ സാറിന്റെ വണ്ടി ഒരുമിച്ചാ ട്രെയിനിൽ പോയേക്കുന്നത്. ഇതെന്താ ട്രെയിനിലുണ്ടോ ഉഗാണ്ടയിലേക്കാണോ? തമാശ പറയുന്നത്. ഈ സാറിന്റെ ഒരു തമാശ. സാർ ഈയിടെ ഏത് കോമഡി പടം കണ്ടത്? വണ്ടി ചോദിക്കുമ്പോ മറ്റേ വർത്താനം പറയണോ? എവിടെ എന്റെ വണ്ടി?
വാരിയേഷൻ എന്നാലും വന്ന് പറഞ്ഞുകൊണ്ടാ എന്റെ ഗതികേടൻ വണ്ടി കൂടെ കൊണ്ട് തന്നത്. ഇപ്പോൾ ഞാൻ പോകുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇവിടെ തിരിച്ചു വരും. അപ്പോ എന്റെ വണ്ടി റെഡി ആയിട്ടില്ലെങ്കിൽ നീയൊക്കെ എന്റെ തനി സ്വരൂപം മനസ്സിലാക്കും. ഓക്കെ സാർ, സാർ വന്നോളൂ, വണ്ടി ഇവിടെ ഉണ്ടാവും. മാരുതിയുടെ ഓണർ ഒന്ന് മാറിക്കേ. സാറേ, ആ സാറ് പോയത് കണ്ട, സാറും പോയി 3 വെച്ചിട്ട് വാ. 3 മണിക്ക് വണ്ടി തന്നേക്കാം പ്ലീസ്. കറക്റ്റ് 3 മണിക്ക് ഞാനിവിടെ വരും. ആ സമയത്ത് എന്റെ വണ്ടി ഇവിടെ കാണണം. ഓക്കെ സാർ, സാറ് ധൈര്യമായിട്ട് പോയിക്കോ. സാർ ഊണ് കഴിച്ചു വരുമ്പോ സാറിന്റെ വണ്ടി ഇവിടെ ഉണ്ടാവും. പോരെ അനിലേ, സാറിന് പോവാൻ ഒരു ആംബുലൻസ് വിളിച്ചു കൊടുക്കൂ. അല്ല, ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കൊടുക്കൂ. ആഹാ, എന്തിനാണ് വണ്ടിയുടെ പുറകെ കിടന്ന് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഓടുന്നത്? ഒരുമാതിരി മറ്റേടത്ത് പണി കാണിക്കരുത്. പണി ഞാൻ കൊണ്ടുവന്ന വണ്ടി എടുത്തോ പഞ്ചായത്തിക്കാൻ പോണത്. എന്താണ് കിടന്ന് ഒച്ചോക്കണത്? ഇതൊരു സ്ഥാപനമല്ലേ? ശാപനോ? എന്ത് കണ്ടിട്ടാണ് നീയൊക്കെ ഈ പോക്കൃതം കാണിക്കുന്നത്? നാട്ടുകാരെ തല്ലുകൊള്ളാൻ ഞങ്ങൾക്ക് ഇനി വയ്യ. ആ രാമദാസ് സാറിന്റെ വണ്ടി 3 മണിക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. പിന്നെ അയാളെ പോലീസിനെ കൊണ്ടുവരുന്ന പറഞ്ഞിരിക്കണേ. നിങ്ങൾ മാത്രം മുതലാളിമാരെ ചെത്താനും ഞങ്ങൾ ബാക്കിയുള്ളവർ തിരികെയാൾക്കാനും ആ പണി ഇനി പറ്റില്ല. വായടക്കൂ പണി കൊടുക്കൂ എന്നാണ് ചൊല്ല്. മര്യാദയ്ക്ക് മിണ്ടായിരുന്നു വണ്ടി ശരിയാക്കി കൊടുക്കാൻ നോക്കണം. ചേച്ചേ കേട്ടല്ലോ. അനീറ്റ് വരേണ്ട സമയമായല്ലോ. ഇന്ന് കോളേജ് വരുമ്പോ ഷെയറിലേക്കാണ് ഇവിടെ വരാമെന്നാണല്ലോ പറഞ്ഞത്. ഇന്നെങ്കിലും എന്റെ ലോല ഹൃദയം അവൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കണം. ദൈവമേ, എന്നെ കാത്തു രക്ഷിക്കണേ. ഓ മൈ സ്വീറ്റി, ഐ ലവ് യു. വെറുതെ അടിക്കേട്ടാ, വെറുതെ അല്ലേ ചാച്ചിയെ. പോടാ. നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? പറയാം. നമ്മളിപ്പോ പോകുന്നത് വിചിത്രമായ ഒരു ലോകത്തേക്ക്. വിചിത്രമോ? അതെ, അതിവിചിത്രം. ലവേഴ്സ് എക്കോ വാലി എന്ന വിചിത്രവും മനോഹരവുമായ ഒരു സ്വർഗഭൂമിയിലേക്ക്. ഹായ്. എങ്ങനെയുണ്ട്? വണ്ടർഫുൾ, റിയലി ബ്യൂട്ടിഫുൾ. ഒരു ഏരിയ മുഴുവൻ മലകൾ. യെസ്, ഇതാണ് മലേരിയ. മലേറിയയോ? അതെ, 4 മലകൾ ഒന്നിച്ചു കൂടുന്ന ഏരിയക്കാണ് മലേരിയ എന്ന് പറയുന്നത്. അതെയോ? ആ, പിന്നെ ഈ മലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അറിയോ? ഇല്ല, എന്താ? അങ്ങോട്ട് എന്ത് വിളിച്ചു പറഞ്ഞാലും ഈ മല അതുപോലെ തിരിച്ചു പറയും. റിയലി? അതേന്ന്. പ്രത്യേകിച്ച് കാമുകിമാര് വിളിച്ചു പറഞ്ഞാൽ ഉറപ്പായും തിരിച്ചു പറയും. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ലേ? ദേ കേട്ടോ, ഈ രാമായണം വച്ചിട്ടില്ലോ? പണ്ട് ദുഷ്യന്തനും ദമയന്തിയും ഈ മലനിരകളിൽ വന്നിരുന്ന് വിളിച്ചു പറയുമായിരുന്നു ഐ ലവ് യു എന്ന്. ആ മലബന്ധത്തിലൂടെ അല്ലേ അവര് തമ്മിൽ ലൈനായത്. എന്നെ സണ്ണി ഒന്ന് വിളിച്ചു പറഞ്ഞേ. പറയട്ടെ പറയട്ടെ എന്നതേ കേട്ടോ. ഐ ലവ് യു. ഹായ്, ഒന്നുകൂടി. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഹായ്, അത്ഭുതമായിരിക്കുന്നു. ഇതെങ്ങനെ എക്കോ വരുന്നത്? അതെ, ആ മല കണ്ടില്ലേ? ആ മലയുടെ ഒരു ദ്വാരം കണ്ടില്ലേ? ആ മലയുടെ ആ ദ്വാരത്തിലൂടെയാണ് ഇത് പ്രതിധ്വനിക്കുന്നത്. കേട്ടോ. I love you. ഒരു പ്രാവശ്യം കൂടി. I love you. അതെ, പണ്ട് ആരോ എന്തോ വിളിച്ചു പറഞ്ഞിട്ട് അത് അവിടെ തങ്ങി കിടക്കണം. അത് ഇങ്ങോട്ട് തിരിച്ചു പറയുന്നത്. അതിനുള്ള ഈ മലയുടെ എക്കോ ആംപ്ലിഫയറിന് എന്തോ ഒരു പ്രോബ്ലം. ഈ ശകുന്തല ദുഷ്യത്തിന്റെ കാലത്തുള്ളല്ലേ. ഒരു പ്രാവശ്യം കൂടി നോക്കാം. വെച്ചിട്ടോടാ തെണ്ടി. ഇത്ര അടുത്ത് വന്ന മതിയുള്ള പട്ടി എടുത്തോണ്ട് കാമുകിയുമായി തൊള്ളാൻ വന്നിരിക്കുകയാണ്. എല്ലി ഞാൻ ഓടിക്കും. ജോലി ഉണ്ടായിരുന്ന കൊണ്ട് എന്റെ ഫൈനൽ ചെക്കിങ്ങിന് ഒരാളായി. നിർത്ത്.
എന്റെ നടുവേ എത്രയായി? 90 ഇത്തിരി കൂടിപ്പോയി. കാക്കനാട് ഇവിടെ വരെ വന്നതല്ലേ? നീ ഉണ്ടോ വണ്ടി അവിടെ? വണ്ടിയുടെ ഡ്രൈവർ വന്നിപ്പോ തെറി വിളിച്ചിട്ട് പോയതേ ഉള്ളൂ. ഇനി നീയൊക്കെ പെമ്പിള്ളേരെയും കൊണ്ട് വണ്ടിയിൽ പഞ്ചായടിച്ച് നടക്കുമ്പോഴായിരിക്കും വണ്ടിയുടെ മുതലാളിയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നത്. അതോടെ നിന്റെ കളി തീരും. നീ ഇനി മുതലാളിയുടെ അടുത്ത് പോകണ്ട. ഞാൻ വണ്ടി കൊണ്ട് അങ്ങോട്ട് പോയപ്പോ മുതലാളി വണ്ടി കണ്ടുപിടിച്ചതിന്റെ പാട് അതേ മുഖത്ത്. കൊള്ളാം, ഇത്രയല്ലേ കിട്ടിയുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ വണ്ടി എടുത്തിട്ട് പോകണ്ടെന്ന്. ഇപ്പൊ കിട്ടേണ്ടത് കിട്ടിയപ്പോ സമാധാനായില്ല. അയാളിനി ഇങ്ങോട്ടെങ്ങാ വരുമോ? അയാൾ വരുന്നല്ല പ്രോബ്ലം. അപ്പനോട് കംപ്ലൈന്റ് ചെയ്യുന്ന പേടി. അയാൾ കംപ്ലൈന്റ് ചെയ്യട്ടെ. അപ്പൊ ജോലി കൂടുണ്ടായിരുന്നു അപ്പനറിയും. അറിയട്ടടാ, അതോടെ എന്റെ കഥയും തീരും. നിന്റെ കഥ തീരാതിരിക്കേ എന്ത് വേണേ ആയിക്കോ. നാളെ എന്റെ ബർത്ത്ഡേ. എന്റെ അമ്മ പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. എന്റെ ബർത്ത്ഡേ നമുക്ക് അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം. ഒരു പൈൻ്റ് അടിച്ചിലുണ്ടല്ലോ, ഇനി കുറക്കം വരില്ലടാ. നമുക്ക് ഐശ്വര്യമായി കേക്ക് മുറിച്ച് ആഘോഷിക്കാം. കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ നീ എന്താ നേഴ്സറി കുട്ടിയാ? നമുക്ക് ഏതെങ്കിലും ബാറിൽ പോയി കുപ്പി മുറിച്ച് ആഘോഷിക്കാം. കുപ്പി മുറിച്ച് ആഘോഷിക്കലയാ? അപ്പൊ നാളെ ATH ബാറിൽ വെച്ച് നിന്റെ വക ബർത്ത്ഡേ പാർട്ടി. ഓക്കെ? ആലയന്മാരെ, ഞാനും അനീറ്റയുമായി അമേരിക്കയിലേക്ക് പറക്കും. സോഡ പൊട്ടിച്ചോളൂ, അപ്പോഴേക്കും ഫിറ്റായി. ഫിറ്റല്ല, അവിടെ ഞങ്ങൾ ബിൽ ക്ലിന്റനെ പോലെയും മോണിക്ക ലെഗവിൻസ്കിയെ പോലെയും ഇങ്ങനെ കൈകോർത്ത് തെരുവീതിയിലൂടെ പീഡിപ്പിച്ച് നടക്കും. നിന്നെ അവളൊരു ബഫൂണിനെ പോലെയാണ്. ബഫൂൺ ഇവനെ കണ്ടിട്ട് ഏതായി കുട്ടിത്തരാകുന്ന അവൾ എന്നോട് ആദ്യം ചോദിച്ചത്. മതി മതി നിർത്ത്. ഏതായാലും അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും മനസ്സിലായല്ല. ഇവനെന്ത് പറ്റി? എന്താ എന്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചു. എന്റെ അച്ഛൻ ആരാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിനക്കറിയാൻ പറയും, പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയാതെ? അറിയണം, നിങ്ങൾ എല്ലാവരും അറിയണം. ആ നല്ല മനുഷ്യൻ 10ാം ക്ലാസ്സിൽ ഞാൻ തോക്കുമെന്ന് എഴുതിയപ്പോ 2ാം ക്ലാസ്സിൽ എന്റെ പഠിപ്പ് നിർത്തി. ദ ഗോഡ് മാൻ. അതാണോ നിന്റെ വിഷമം? അവസാന കാലത്ത് അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇച്ചിരി സംസ്കൃതം പഠിക്കണമെന്ന്. അതല്ലടാ സംസ്കൃതം പഠിക്കണേ. മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കണ്ടേ, അതിനാ സംസ്കൃതം പഠിക്കണമെന്ന് പറഞ്ഞ്. അവർക്ക് പള്ളി പറഞ്ഞു മതി. എടാ, നിന്റെ അച്ഛൻ മരിച്ച് സ്വർഗത്തിലേക്കാണ് പോണെന്ന് എന്താ ഉറപ്പ്? നരകത്തിലെ ഭാഷ മലയാളമല്ല, മലയാളത്തിൽ അറിയാല. മരിക്കാൻ നേരത്ത് എന്നെ അടുത്തോട്ട് വിളിച്ചിട്ട് അച്ഛൻ എന്റെ കാതിൽ പറഞ്ഞു, മകനെ ഇതിന്റെ പൂപ്പാട്ടാവും. അവരെ പിടിച്ചിറക്കി. അയ്യോ കംപ്ലീറ്റ് വെറുതെ ഇടണമെന്ന് പറഞ്ഞ് വാരി വലിച്ച് കയറ്റിയാലേ ഇങ്ങനെ ഇരിക്കും. വെറുതെ ഇടണൊക്കെ വാരി വലിച്ച് കയറ്റിക്കോടാ. അയ്യേ വാള് വെച്ചാലും നിങ്ങളെക്കാളൊക്കെ ബോധവും കപ്പാസിറ്റി കൂടുതലാണെന്നറിയാമല്ലോ. ഞങ്ങള് പാരമ്പര്യമായിട്ട് വാളൊരു ഫാമിലിയാ. ഞങ്ങളുടെ ഫാമിലി ആരെങ്കിലും സ്മോൾ അടിച്ചാൽ വാള് വെച്ചിരിക്കും, അത് ഉറപ്പാ. പക്ഷെ നിങ്ങളെ പോലെയല്ല, നിനക്കറിയോ? ഓർമ്മയുണ്ടായിരിക്കും. എന്തോന്ന് ഓർമ്മയുണ്ടായിരിക്കും? അത് ഓർമ്മ വേണം. നിങ്ങൾക്കറിയോ, നീയൊന്നും അറിയാതെ ഒരു കുപ്പി ബ്രാൻഡി ചൂണ്ടി ഞാൻ കാറിന്റെ ഡിക്കിലിട്ടിട്ടത്. കർത്താവ്, ഇത് നമ്മുടെ കാറല്ല. നമ്മുടെ കാറിന് ഈ സുനാപ്പി ഒന്നുമില്ല. അത് നീയൊക്കെ വെള്ളടിച്ചോണ്ട് തോന്നുന്നതാണ്. ഇത് നമ്മുടെ കാർ തന്നെ. എടാ, ഈ കാറിനൊക്കെ വളർച്ച വേണ്ടേ? മനുഷ്യന്മാർക്കത് വളർച്ച മതിയാ. ഓരോ പെഗ്ഗൂടി അടിച്ചു കഴിഞ്ഞാ നിന്റെയൊക്കെ ബോധം ശരിയാവും. ഞാൻ പോയി കുപ്പിടുത്തിട്ട് വരാം. കർത്താവ്, അടുത്ത അടി ഇനി ഇതിന്റെ പേരിലായിരിക്കും. അല്ലേ അല്ലേ
മരിച്ചിട്ടില്ല, ശ്വാസമുണ്ട്. കുറച്ച് വെള്ളം തെളിച്ചോക്കല്ലേ? എന്നാ നീ പോയി എടുത്തോണ്ടാ. ഇനി അധോലോകവുമായിട്ട് ബന്ധമുള്ള പെണ്ണോ മറ്റോ ആണെങ്കിൽ സൂര്യനെല്ലി പോലുള്ള വല്ല കേസ് കിട്ടുമായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. നമ്മുടെ കാർ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും വിശ്വാസം വന്നില്ലല്ലോ. ഇതുകൂടി കണ്ടിട്ട് എന്തോ പ്രോബ്ലം ഉണ്ടെന്നാ തോന്നണേ. മരിച്ചിട്ടില്ല, കുറച്ചും കൂടി ഒഴിക്കല്ലേ? ഞാൻ എവിടെയാ? കാറിന്റെ ഇടുക്കില്. കുട്ടി ഏതാ? കരയേ പെണ്ണെ, എഴുന്നേറ്റ് വേഗം സ്ഥലം വിട്ടെ. അതെ, കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, കുട്ടി എങ്ങനെയാ ഇതിനകത്ത് വന്നത്? പറയാൻ മടിയാണെങ്കിൽ പറയണ്ട, പക്ഷെ ഇങ്ങനെ കരഞ്ഞ ആളെ കൂട്ടരുത്. അല്ല, ഡിക്കിതൊന്നിറങ്ങ്. അതെ, എന്താ ഉണ്ടായത്? എന്തിനാ കാറിന്റെ ഡിക്കിക്കകത്ത് കയറിയത്? എന്നോട് ഒന്നും ചോദിക്കരുത്. എന്താ കുട്ടിയുടെ പേര്? ശ്രീദേവി. ആഹാ, നല്ല പേര്. അതെ, അധികം നേരം ഇവിടെ നിന്ന പ്രശ്നവും വല്ല പോലീസോ മറ്റോ വേണ്ട കേസ് വേറെയും. അതുകൊണ്ട് പെങ്ങള് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഏതായാലും ഈ രാത്രി ഒറ്റയ്ക്ക് വിടണ്ട. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയണ്ടേ? ഇവൻ അമൃതാനന്ദ കമ്മിക്കാരി വിട്ടതാ. നമുക്കിവിടെ തലവേദന ഉണ്ടാക്കാൻ നീ അവളോടെ കിടത്താൻ പോവാ? കൊള്ളാം. ഇതെന്താ കേസ് കിട്ടുന്നറിയാതെ വല്ല വയ്യവരിലൊക്കെ തലയെടുത്ത് വെച്ച്. മതി മതി മതി, നിർത്ത്. ഈ പാതിരാത്രി ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടണോ? നിനക്കൊക്കെ മനുഷ്യത്തുണ്ടാകും. അതിന്റെ മോഹം. ഏതായാലും ഈ രാത്രിയിൽ അവളോട് കഴിഞ്ഞോട്ടെ. ഒരു പുണ്യാളച്ചൻ വന്നിരിക്കുന്നു. സണ്ണി പുണ്യാളൻ. അതേടാ, ഞാൻ പുണ്യാളച്ചൻ തന്നെയാ. ഈ കുട്ടി ഇന്നിവിടെ തന്നെ കഴിയും. പേടിയുള്ളവർക്ക് പോവാം. ഞാനിവിടെ തന്നെ നിൽക്കാൻ പോവാ. നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാലും തൂങ്ങുമ്പോ ഞങ്ങളും കൂടി തോന്നല്ലോ. അത് വേണ്ട, ഞങ്ങളും നിൽക്കാം. അപ്പൊ മോൻ സണ്ണി വിട്ടാ പോട്ടെ. ദൈവമേ. അപ്പോഴേ താൻ കരയണ്ട. തന്നെ ഈ രാത്രി ഒരാളോട് പറഞ്ഞിട്ടില്ല. സമാധാനമായിട്ട് പോയി കിടന്നോളൂ. സണ്ണി, പ്രതിഭേ, എടാ നേരം വെളുത്ത് ആ സാധനത്തിന് ഇവിടുന്ന് പറഞ്ഞുകൊണ്ടേ. ശ്രീദേവി, അതെ നേരം വെളുത്തു. ആരെങ്കിലും വന്ന് കാണുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്ക്. അതല്ലേ ശ്രീദേവി, വാലം പറഞ്ഞേ. തുറക്കുന്നേ. താൻ ഇന്നലെ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയില്ലല്ലേ? കരയാനാ ഭാവി പറയണ്ട. എന്നാ തന്റെ വീട് എവിടെന്ന് വെച്ചാൽ പറയാം, ഞങ്ങൾ അവിടെ കൊണ്ടുവിടാം. എന്താ തന്റെ വീട്ടിലാരുമില്ലേ? അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നമോ? പെങ്ങളെ, ഞങ്ങളിങ്ങനെ വലക്കല്ലേ. ഒരു പോറല് പോലും ഏൽക്കാതെ ഒരു രാത്രി മുഴുവൻ ഇവിടെ കഴിഞ്ഞിട്ടും തനിക്ക് ഞങ്ങൾ വിശ്വാസമായില്ലേ? സിസ്റ്ററെ, ഞങ്ങൾ വളരെ ഡീസന്റ് പാർട്ടീസാ. അതുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്കി ഞങ്ങളുടെ മാനം രക്ഷിക്കും. തുടങ്ങി എന്തെങ്കിലും പറഞ്ഞ അപ്പതാണ് ഒരു കരച്ചില്. എന്ത് സാധനത്? കരഞ്ഞ് ബഹളം വെച്ച് ആ ഡിക്രൂസങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ആ നിമിഷം ഞങ്ങളോട് ഓടിക്കും. പെങ്ങള് മുഖം ഒന്ന് കഴിയും ഫ്രഷാകും. എവിടാന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടാക്കാം. ഞാൻ എങ്ങും വരില്ല. അവരെന്നെ ഇനിയിപ്പൊ എന്താ ചെയ്യാ? ദൈവമേ, ഡിക്രൂസങ്ങൾ നിൽക്കുന്നു. അങ്ങേരെങ്ങാൻ ഇവിടെ കണ്ടാൽ എന്റെ അമ്മൂ, ആ അനീറ്റ ഇതറിഞ്ഞ എന്നെ കുറിച്ച് എന്ത് ധരിക്കും? ഓപ്പ്, അവൻ അനീറ്റ ധരിക്കുന്നതിനെ കുറിച്ച് ടെൻഷൻ. അയാളെങ്ങാനും കണ്ട രാത്രി ഇവിടെ പെമ്പിളേരെ കയറ്റി അച്ഛനെ വിളിച്ച് പറയും. ഈ മാരനെ ഇവിടുന്ന് പോകുന്നില്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എല്ലാം ഇവൻ ഒറ്റൊരുത്തം കാരണോ? രാത്രി തന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞപ്പോ അവന്റെ ഒടുക്കത്തെ സിമ്പതി. തൽക്കാലം ശ്രീദേവി ആ മുറിയിൽ എങ്ങനെ ഒളിപ്പിച്ചിരുത്താം. രാത്രിയാകുമ്പോ വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടേക്കാം. ആര്? നിന്റെ വീട്ടിലോ? അല്ല, നിന്റെ. എടാ പോത്ത് അവളുടെ വീട്ടിൽ കൊണ്ടേക്കാന്ന്. പാവം,
ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് തോന്നുന്നു. വലിയ വീട്ടിലെ കുട്ടിയാണെങ്കിൽ നീ അവളെ കെട്ടിയിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടാക്ക്. അതെടാ, വേണ്ടി വന്ന് ഞാൻ അവളെ കെട്ടുകയും ചെയ്യും, എന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കുകയും ചെയ്യും. എന്തേ? അങ്ങനെ വഴിക്കുവാ നിന്റെ ഉദ്ദേശം അതാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. കാള വായിൽ വെക്കും പറഞ്ഞൂടെ മോനെ, 2-ന് പോകാനാണെന്ന്. 1-നും 2-നും ചിലപ്പോ 3-ന് പോകാനാണ്. ആളെ കൂട്ടണ്ട. അടിക്രൂസങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നു. ഇന്നലെ രാത്രി ഇവിടുന്ന് പോയ ചെറുക്കന് അവൻ എവിടെ പോയതാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? എന്തൊട്ട് തേങ്ങ അന്വേഷിക്കാൻ? വർഷാപ്പല്ലേ ഓർത്തേക്കാടി പോത്തെ. ഓ പിന്നെ ഓവർടൈം നിന്ന് കാശുണ്ടാക്കുന്ന സന്താനമല്ലേ അവൻ. ദേ ചെറുക്കൻ ചെറുപ്പമാ. അവൻ എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ടത് തന്തമാരാ. തന്തമാരോ? ഇപ്പൊ വേറെ തന്ത കണ്ടോടി. ഹലോ, ഇട്ടുപ്പാണ് എക്കോഷവള്. ഞാനാടോ വാരിജാക്ഷൻ പിള്ള. പ്രദീപ് ഇന്നലെ രാത്രി ഇവിടെ വന്നില്ല. വന്നില്ലേ? ഞങ്ങളുടെയൊക്കെ ഇന്നലെ വന്നില്ല. വർക്ക്ഷോപ്പിലോട്ട് ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. ഇനി അവിടെ അർജന്റ് പണി വല്ലതും ചെയ്തു തീർക്കാൻ നിന്നാണോ? പൂട്ടാണ്. പകല് പണിയാത്ത പോലെ രാത്രി പണിയാൻ പോണേ. ആ ചവികള് വല്ലവന്റെ വണ്ടി എടുത്ത് വല്ല കാശ്മീരിലോ ദുബായിലോ പോയി കാണോന്നേ. താൻ അമറാതറോ, ഞാൻ വർക്ക്ഷോപ്പ് വരെ പോയി നോക്കിട്ട് വരാനേ. ആ ശരി, അങ്ങോട്ട് വിളിക്കാനോ? ഇങ്ങോട്ട് വിളിച്ചാ മതി. അങ്ങനെ വിളിക്കാൻ പള്ളി പറഞ്ഞാ മതി. ഇപ്പൊ എന്തായി? എന്തേ? ഇതാ ഞാൻ പറഞ്ഞത്, ചെറുക്കനെ എങ്ങനെ വിടാൻ പറ്റില്ലെന്ന്. എന്തേ? ചെറുക്കനെ എത്രയും വേഗം പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ നോക്ക്. പെണ്ണ് കെട്ടിക്ക്? ഒരു രാത്രി ചെക്കൻ വന്നില്ല പറഞ്ഞ് പെണ്ണ് കെട്ടിക്കാൻ പറ്റുമോ? അത് ചെലവുള്ള കാര്യല്ലേ? നിങ്ങൾ പോയെന്ന് അന്വേഷിക്കും മനുഷ്യ. നീ വെള്ളം ചൂടാക്കടിയേ. ഒന്ന് ഫ്രഷ് ആയിട്ട് വർഷാപ്പി അന്വേഷിക്കാം. പോ. ശ്രീദേവിയെ നിമ്മിയുടെ ഹോസ്റ്റലിൽ നിർത്തായിരുന്നു. പക്ഷെ അവള് നാട്ടിൽ പോയിരിക്കുക. എന്ന് വരുമോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കൊരു ഉഗ്ര ഐഡിയ തോന്നുന്നു. അവളെ നമുക്കൊരു അനാഥാലയത്തിലാക്കിയാലോ? എടാ മണ്ട, അനാഥാലയമല്ല, ശരണാലയം. ഈ ചെറിയ ചെറിയ കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തെ അനാഥാലയം എന്ന് പറയും. ഈ വലിയ വലിയ കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തെ ശരണാലയം എന്ന് പറയും. ബൈ ദ ബൈ സണ്ണി, നമുക്കിവിടെ ശരണാലയത്തിൽ കൊണ്ടുവന്നാക്കിയാലോ? ശരണാലയത്തിൽ നീ പോയി കിടക്ക്. മതി എന്റെ ഒരു പൊളുത്തിയ ഐഡിയ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ടർക്കിക്കകത്തൊരു പോംവഴിയാണ്. ആ പെണ്ണിട്ടിരിക്കുന്ന ഡ്രസ്സ് ആകർഷിച്ചിരിക്കുക. ഒന്ന് മാറി കൊടുക്കാൻ എന്താ കൊടുക്കുക? നിന്റെ പെങ്ങളുടെ ഡ്രസ് ഉണ്ടോ കൂടാ? അയ്യോ അയ്യോ. കാര്യം പറഞ്ഞ ഞാനിപ്പോ വായിലേക്ക് നാക്കെടുത്ത് ഇട്ടതേ ഉള്ളൂ. അതെ അതെ, അത് നന്നായിട്ടോ. അല്ല ഗ്രീസിലാ പോയനെ. അപ്പച്ചാ, ആ ഫിലോമിന ടീച്ചറിന്റെ മോനില്ലേ, മോസ്കോയിൽ നിന്നൊന്ന് ജോസ്മോൻ, അവന്റെ കല്യാണോ നാളെ. എടാ ജോസ്മോനോ ജോസ്മോളോ അവിടെ അപ്പോഴോ കല്യാണം കഴിക്കട്ടെ. ഞാൻ എന്തുട്ടാ വേണ്ടേ? നീ ഇന്നലെ രാത്രിയില് വീട്ടില് വരാണ്ട് എന്തുട്ടായിരുന്നു പരിപാടി? പരിപാടിയോ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ജോസ്മോന്റെ കല്യാണം ഉണ്ടെന്ന്. അവന്റെ ഒരുമാതിരിക്കാരന് അർജന്റ് പണി. കല്യാണച്ചക്കിന് പെണ്ണിന് പോകാനുള്ള വണ്ടിയാ. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഒരുവിധം പണിയൊക്കെ തീർത്ത്. അല്ലേടാ? അവരിപ്പോ ഒരു വണ്ടി കൊണ്ട് പോവാൻ. നിന്റെ അച്ഛനാല് ഫോൺ ചെയ്തിരുന്നു. വീട്ടിലേക്ക് പോടാ മൂരിയെ. ഞാൻ പോകാൻ തുടങ്ങായിരുന്നു. ഞാൻ ഈ വർക്ക്ഷോപ്പൊക്കെ ഒന്ന് കാണട്ടെ. അങ്ങോട്ട് പോകല്ലേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവിടെ അമ്മച്ചി വിഷമിച്ചിരിപ്പുണ്ടാവും. അമ്മച്ചിയുടെ സ്നേഹമുള്ള സന്താനേ. എടാ കാള വാല് വെക്കുമ്പോഴേ അറിയില്ലേ കഞ്ഞാലം കുടിക്കാനാണെന്ന്. ഇവിടെ ഫോൺ വർക്ക് ചെയ്യില്ലേ? ഇവിടുത്തെ ഫോൺ വർക്ക് ചെയ്യില്ല. ഇവിടുത്തെ ഫോണിൽ നിന്ന് എങ്ങോട്ട് വിളിച്ചാലും ഇവിടുത്തെ ഫോൺ വർക്ക് ചെയ്യില്ല. അപ്പൊ ഇവിടുത്തെ ഫോണിൽ നിന്ന് ഞാൻ അപ്പുറത്തേക്ക് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങോട്ട് പോകല്ലേ അപ്പച്ച? എടാ, ഞാൻ എന്റെ അപ്പച്ചനും കൂടി എന്റെ ബൈക്കിൽ കയറി ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ ടിഫിൻ കഴിച്ച് എന്നിട്ട് അപ്പച്ചൻ അവിടെ നിൽക്കുന്നു, ഞാൻ ഇങ്ങോട്ട് പോരുന്നു. എന്തേ? അത് കൊള്ളാലോ. നീ ബൈക്ക് എടുത്തോണ്ട് വന്നാട്ടെ. അപ്പോടാ എന്റെ അപ്പനെ നോക്കണേ മക്കളെ. പോയി പണിയടാ. അപ്പൊ ഞങ്ങൾ ഇവിടെ പട്ടിണിക്കിരുന്ന് പണിയെടുത്തോളാം. അതും കൊള്ളാമല്ലോ. കൈകൂടെ കൊടുത്തോ. പോയി പണിയെടുക്കണം. അമ്മച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇച്ചായൻ കൂട്ടുകാരായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടാവും. എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ അവന്? ആ സ്വഭാവം ഇച്ചായന് പണ്ടേ ഇല്ലല്ലോ.
ഇറങ്ങണേക്കട്. എവിടെയായിരുന്നടാ ഇതുവരെ? അവൻ ദുബായില്. അമ്മച്ചി ഇന്നലെ വർക്ക്ഷോപ്പിൽ അർജന്റ് പണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ ഞാൻ. പിന്നെ അർജന്റ് പണിയല്ലായിരുന്നോ ശവപ്പെട്ടി ഉണ്ടാക്കലേ ചവി? എടാ മോനെ, നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? വിളിച്ചു പറയാൻ നോക്കിയപ്പോ വർക്ക്ഷോപ്പിലെ ഫോൺ കേടു. പിന്നെ ഈ രാത്രി അമ്മച്ചി വെറുതെ നുണ പറയുന്നതാ. കൂട്ടുകാരായിട്ട് എവിടെ കറങ്ങാൻ പോയിട്ട് വന്നതാ. ഒന്ന് പൊടി കൊടുത്ത്. എന്താ നിനക്ക് ക്ലാസ്സില്ലേ? ഇന്ന് ഞങ്ങളുടെ കോളേജ് ഡേയാ. എന്താ വരുന്നില്ലേ വായി നോക്കാൻ? ഒരൊറ്റ വീക്ക് വെച്ചതുണ്ടല്ലോ. വീക്കാന്ന് ഞാനടാ സ്ഥലം എസ്ഐയോ. എന്റെ അപ്പൻ ചക്കന്റെ ഒരു കോമഡി. ദീനാമേ ഇങ്ങോട്ട് വന്നേ, പോയി കാപ്പി എടുത്ത് വെക്കടി. ഇത് എന്റെ ഒരു കാര്യം. ചുരിദാർ വേണോ അത് പാവാടയും ബ്ലൗസും വേണോ? ആലീസിന്റെ പാവാടയും ബ്ലൗസും ശ്രീദേവിക്ക് പാകാവോ? ചുരിദാർ എടുക്കാം. അമ്മച്ചി ഇച്ചാൻ എന്റെ ചുരിദാർ എടുക്കുന്നു. അലീസ, ഇച്ചാൻ എന്തിനാ എന്റെ ചുരിദാർ? ഇതൊരു ഫാൻസി ഡ്രസ്സിനാ. എന്റെ ഡ്രസ്സ് ഞാൻ തരത്തില്ല. ഞാൻ കോളേജിലേക്ക് പോകാൻ വേണ്ടി തേച്ചിട്ടിരുന്നതാ. എന്നാ ഇന്നാ നിന്റെ ചുരിദാർ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നാ പിന്നെ എന്റെ ഒരു ജോഡി ഡ്രസ്സില്ലേ, അത് പാക്ക് ചെയ്യും. അത് വേണമെങ്കിൽ പാക്ക് ചെയ്ത് തരാം. അല്ലാതെ എന്റെ ഡ്രസ് ഇട്ടോണ്ട് ഫാൻസി ഡ്രസ്സിന് പോണ്ട. കോന്തി. ചരിത്ര സമ്മേളനം. വർക്ക്ഷോപ്പിൽ രാത്രി വൈകി പണിയുണ്ടെങ്കിലേ നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? ആ അനിൽ ലത്തീഫൊക്കെ ഇല്ലേ അവിടെ? നിനക്ക് എന്തെങ്കിലും പണി അറിയാമോ? അത് പിന്നെ അമ്മ ആളില്ലെങ്കിൽ അവന്മാര് ഭയങ്കര ഉഴപ്പാ. നാളെ കൊടുക്കേണ്ട വണ്ടിയാണെങ്കിൽ 1 മാസം കഴിഞ്ഞ് അവന്മാര് കൊടുക്കൂ. അത് ശരിയാ, നീ അവിടെ തന്നെ വേണം. സ്ഥാപനത്തോട് ഉത്തരവാദിത്വം ഉള്ളത് നല്ലതാ. അമ്മ ഇന്നു മുതൽ എനിക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടി കൊണ്ടുപോകണം. വെറുതെ ഹോട്ടലിൽ നിന്ന് വെച്ച് എന്തിനാ വയറ് ചീത്തയാക്കുന്നല്ല അച്ഛാ? ഇതെന്ത് പറ്റി? നന്നാകാനുള്ള പുറപ്പാടാണോ? പറ്റുമെങ്കിൽ ദിവസം മുഴുവൻ ഹോട്ടലിൽ നിന്ന് മതി എന്ന് പറഞ്ഞ് നടന്നവനാ ഇവൻ. ജോലി ഉത്തരവാദിത്വമൊക്കെ ആവുമ്പോ ആ താനെ നന്നാവെന്ന് ഞാൻ പറയാറില്ലേ. ഞാൻ എന്റെ മോൻ ഉണ്ടാകുള്ള ചോറ് എടുത്ത് വയ്ക്കട്ടെ. അവന്മാര് എവിടെ പോയി കിടക്കുക? വലിയൊരു ബോംബ് നമ്മുടെ കൈ തന്ന അവര് പോയിരിക്കുന്നത്. ഇനി അവന്മാര് മുങ്ങിയതാണെന്ന് എന്റെ സംശയം. അതും ചെയ്യാൻ മടിക്കൂട്ടാ. ആ ജൂലിയൻ നിമിനെ കുട്ടി വല്ല ടൂറും പോയിരിക്കോ? പടച്ചോനെ, ഈ പെണ്ണെ തേടി വല്ല പോലീസും വന്നാ നമ്മള് രണ്ടകത്താ. നീ ഇത്ര നേരം എവിടെ ഇരുന്നു? ശ്രീദേവിയോടെ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ കൊണ്ട് ഉടുപ്പിക്ക്. എന്തായാലും ഡ്രസ്സൊന്നും എടുക്കാതെ പുറപ്പെട്ടതാ. ചുരിദാറും അവിടെ ഒന്നും അല്ല, എന്റെ ഒരു ഷർട്ടും പാന്റാ. ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊന്ന് കുളിക്കണം. അയ്യോ, അതിനിപ്പോ എവിടെ പോവും? ആരെങ്കിലും ശ്രീദേവി കണ്ട പ്രശ്നവും. 1-2 ദിവസം കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നേ. എന്റെ ഈശോയെ പിന്നെയും കരയാൻ പോണ. വേണ്ട, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ശ്രീദേവിയുടെ ഇരി എന്റെ അമ്മയെ കുറിച്ചായ. എന്താണത്? ശ്രീദേവിക്കുള്ള ഭക്ഷണം. കൊള്ളാം. ഒരാൾ ഉടുപ്പിക്കാൻ വസ്ത്രം കൊണ്ടുവരുന്നു, മറ്റേയാൾ ഉച്ചക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്നു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും കൂടി അവളോട് സ്ഥിരമായിട്ട് പൊറിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക? ഇപ്പൊ അതല്ല പ്രശ്നം. അവൾക്ക് കുളിച്ച് ഫ്രഷ് ആകാൻ എന്താ വഴി? കുളിക്കാനാ? അതെ. എന്നാൽ അമ്പലക്കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ചാലോ? എന്തിനാ അമ്പലക്കുളമാക്കണത്? നമുക്ക് മറൈൻ ഡ്രൈവിന്റെ ഫ്രണ്ടിലെ കായലിൽ വിശാലമായിട്ട് കുളിപ്പിക്കാലോ. ഒരൊറ്റ വീക്ക് വെച്ചതുണ്ടല്ലോ. ഇവിടെ ആരും കാണാതിരിക്കാൻ നോക്കുമ്പോഴോ അവന്റെ ഒടുക്കത്ത ബുദ്ധി. എന്നാലൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അനീറ്റയുടെ വീട്ടിൽ കൊണ്ട് കുളിപ്പിച്ചാലോ? അതൊന്നും വേണ്ട, അതെന്റെ മേനെ ബാധിക്കും. നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഏതായാലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓരോ ലവേഴ്സ് ഉണ്ടല്ലോ. എനിക്കൊരു ലവർ ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാ പടച്ചോൻ കാറിന്റെ ഡിക്കിൽ നല്ല കിളി പോലത്തെ ഒരു പെൺകുട്ടിയെ കൊണ്ടു തന്നത്. പടച്ചോനെ, എന്താ നീ നിന്റെ മുഖം കണ്ണായിട്ട് നോക്കാറില്ല? നിങ്ങൾക്ക് അവളെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അനീറ്റയോട് ഞാൻ പറഞ്ഞോളാം. അനീറ്റ, അനിലേറ്റിനിതാ വരുന്നു മോളെ. പറഞ്ഞൊക്കെ സത്യ, ഒന്ന് ഫ്രഷായ മാത്രം മതി. ശ്രീദേവി എന്നല്ലേ പേര്? വിവരങ്ങളൊക്കെ അനില് പറഞ്ഞു. പപ്പ നേവൽ ബേസിൽ പോയിരിക്കുക മിലിറ്ററി കോട്ട വാങ്ങാൻ. ഇപ്പൊ ഇങ്ങെത്തും, അതിനു മുൻപ് വേണം. ആ, നിങ്ങൾ അവിടെ ഇരിക്കെ. ആദ്യം ഒക്കെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. നീ ആയതുകൊണ്ടിരിക്കും. ഒന്ന് പോരാ വരുന്നു. ഞാനതൊക്കെ പറഞ്ഞ് ശരിയാക്കി. അവളുടെ പപ്പ വരി സ്ട്രിക്റ്റാ. പിന്നെ ആ പെണ്ണ് ആരാ എന്താ എന്നൊക്കെ അറിയാതെ അകത്ത് വിളിച്ചു കയറ്റി വല്ല സ്വർണ്ണോ പണമോ ഒക്കെ എടുത്തുകൊണ്ട് പോയാലോന്ന് അവളുടെ സംശയം. ഞാൻ ആലോചിക്കണതല്ല,
ഇനിയിപ്പോ അവളെ എങ്ങോട്ട് മാറ്റുന്ന? തൽക്കാലം ഇന്ന് രാത്രി കൂടി നമുക്ക് വർക്ക്ഷോപ്പിൽ ആരും കാണാതെ താമസിപ്പിക്കാം. ഇന്ന് രാത്രി കൂടിയോ? കൊള്ളാം. എന്നിട്ട് നാളെ രാവിലെ ഞാൻ വീണ്ടും അവളെ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിക്കണം. നിന്റെയൊക്കെ തറവേലൊക്കെ എന്നെ കിട്ടൂല, പറഞ്ഞേക്കാം. അതിന് നീയാണ് അവളെ കുളിപ്പിക്കണത്. നിനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കൊണ്ട് കുളിപ്പിച്ചോളാം. നീയേ വീട്ടിൽ പോയി പട്ടിനെ കുളിപ്പിടാ. പട്ടി പടച്ചോൻ അനുഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കുളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. അടുത്ത എണ്ണത്തിലായിരിക്കുള്ളൂ. ഓ തുടങ്ങി ഒന്ന് നിർത്തണ കോപ്പൻ. എന്താ എല്ലാവരും കൂടി ഇവിടെ? ഇവനെ ഒരു വയറിളക്കം, അപ്പൊ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ അഡ്ജസ്റ്റ് ചെയ്ത് വന്നതാ. ഓഹോ, വയറിളക്കം ഇവന് മാത്രമേ ഉള്ളോ അതോ എല്ലാവർക്കും ഉണ്ടോ? ഇവന് മാത്രമേ ഉള്ളൂ അങ്കിൾ. പിന്നെ നിങ്ങളൊക്കെ? ഞങ്ങളൊരു മോറൽ സപ്പോർട്ടിന് വേണ്ടി വന്നതാ. അപ്പിടാൻ എന്തിനാണ് ഒരു മോറൽ സപ്പോർട്ട്? മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി കമ്മിങ്. ഓക്കെ, അതല്ല, ഇവിടെ അനീറ്റ മാത്രമുള്ള ടെൻഷൻ കൊണ്ട് കൂട്ടു വന്നതാ. എന്നിട്ട് ഇവന്റെ വയറിളക്കം മാറിയോ? മാറി ഇല്ല, മാറിയില്ല, പെട്ടെന്ന് സ്റ്റോപ്പായി പോയി. ഇനിയും ബാക്കി ഉണ്ടാവും. ലൂസ് മോഷൻ ഉണ്ടായാൽ കണ്ടിന്യൂസ് ആയി 4-5 പ്രാവശ്യം പോയാലേ നമുക്ക് ക്ലിയർ ആകൂ. അണ്ടർസ്റ്റാൻഡ്? മാറി മാറി, ഞാൻ ഇപ്പൊ വരാം. ഇതുകൊണ്ട് വെച്ചിട്ട് വേഗം വരാം. അവിടെയുമല്ല, ഈ മുറിയില്ല. കൂൾ ഡൗൺ, മരുന്ന് ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. ഇത് വയറിളക്കം മാറാനുള്ള മരുന്നാണ്, കഴിച്ചോ. ഇത് കഴിച്ചാൽ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് വയറ്റിലുള്ളത് മുഴുവൻ അടിച്ച് കളക്കി പോരും. പിന്നെ പോരൊന്നും ബാക്കിയുണ്ടാവും. അല്ല, അവനെ കൊടലും കൂടി പുറത്തേക്ക് വരുന്നുള്ള പേടിയാ. കൊടല് മാത്രമായി പോകില്ല, വയറ്റിലുള്ളത് മുഴുവൻ അടിച്ച് കളക്കി. കുറച്ചുകൂടെ കുടിച്ചോ. തടയി തരാം. പ്ലീസ്. അങ്ങനെ അവന് വിശപ്പ് തീർത്തോട് ഞാനിപ്പോ വരാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 രാമ. നന്നേ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഞാൻ മാണിക്യമംഗലത്തെ ഭാരിച്ച സ്വത്തിന് അവകാശിയായി. സ്നേഹം നടിച്ചെത്തിയ പുതിയ പുതിയ ബന്ധുക്കൾ, അവരുടെ കൃത്രിമത്വം നിറഞ്ഞ സ്നേഹപ്രകടനങ്ങൾ, എല്ലാവരുടെയും ലക്ഷ്യം എന്റെ പേരിലുള്ള സ്വത്തിലായിരുന്നു. ഇവരുടെയൊക്കെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വീർപ്പുമുട്ടിയ എനിക്ക് ഏക ആശ്വാസം കാഴ്ചയില്ലാത്ത മുത്തശ്ശനും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുള്ള ഇളയമ്മയുടെ മകൻ കൃഷ്ണനുണ്ണി മാത്രമായിരുന്നു. അതും അധികം നാൾ നീണ്ടു നിന്നില്ല. ആ ആശ്വാസം അവർ തകർത്തു. ഉണ്ണേട്ടനെ എന്നിൽ നിന്ന് അകറ്റി. പിന്നെ പിന്നെ അവരുടെ ലക്ഷ്യം. ശ്രീമോളെ, കരയാതെ. മുത്തശ്ശനൊന്ന് പറഞ്ഞൂടെ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന്? എന്തിനാ എല്ലാരും കൂടെ നിർബന്ധിച്ച് എന്നെ കല്യാണം കഴിപ്പിക്കുന്നേ? എനിക്ക് ഇഷ്ടല്ലേ കല്യാണം? മുത്തച്ഛൻ എന്ത് ചെയ്യാനാ? ഞാൻ നിസ്സഹായനാ മോളെ. എന്ത് ചെയ്യാം? ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എന്താ മുത്തച്ഛനും പേരക്കിടാവും തമ്മിലൊരു സ്വകാര്യം പറച്ചില്ലേ? അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല, അത്ര തന്നെ. അത് താനാണ് തീരുമാനിക്കുന്നത്. എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഓഹോ, നീ അത്രയ്ക്ക് അങ്ങോട്ട് വളർന്നോ? അങ്ങനെ നിന്റെ കാര്യം നീ മാത്രം നോക്കിയാ പോരാ, ഞങ്ങൾ വേണ്ടപ്പെട്ടവര് തീരുമാനിച്ചോളാം. നിങ്ങൾ എന്റെ ആരുമല്ല, ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. കണ്ണ് കാണാൻ പാടില്ലാത്ത പരട്ട് കിഴവൻ നിന്റെ മുത്തച്ഛൻ പറയുന്ന കേട്ട് ഞങ്ങളെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ രണ്ടിനും വെറുതെ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. പണ്ടെങ്ങോ നാട് വിട്ടുപോയ നിന്റെ കൃഷ്ണനുണ്ണി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരിക്കും നീ അഹങ്കാരം കാണിക്കുന്നത്. വല്ല കൽക്കട്ടയിലെ ബോംബെയിലുള്ള തെരുവിൽ കിടന്നവൻ ചത്തിട്ടുണ്ടാകും. അഥവാ അവനിനി തിരിച്ചു വന്നാൽ തന്നെ ഞങ്ങളൊരു പുല്ലും ചെയ്യില്ല, മനസ്സിലായോ? ഓ, അവളെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് 24 മണിക്കൂർ സമയം തരുന്നു. അതിനു മുമ്പ്
ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിന്നെ കൊന്ന് കുഴിച്ചു മൂടും. മോളെ, ഞാനും ശ്രീദേവിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാ പിന്നെ ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ ഒപ്പിട്ട് വാങ്ങില്ലേ? പിന്നെ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിലാവും. ആ വേല ചേട്ടന്റെ മനസ്സിരിക്കട്ടെ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാ പിന്നെ നിങ്ങൾ ഒന്നല്ലേ? ഒറ്റ രാത്രി ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ അവള് ചേട്ടനെ വരച്ച് വരയെ നിർത്തും. അതുകൊണ്ട് ഡോക്യുമെന്റ്സ് ആദ്യം ഒപ്പിട്ട് വാങ്ങിയിട്ട് മതി കല്യാണം. ആ ചന്ദ്രശേഖരൻ പറഞ്ഞതാ അതിന്റെ ശരി. എത്രയും വേഗം ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് വാങ്ങണം, അല്ലെങ്കിൽ അപകടമാണ്. കുറെ നേരമല്ല നീ ഇരിപ്പ് തുടങ്ങിയിട്ട്. നിന്നെ കൊണ്ട് ഒപ്പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഒപ്പിടറി. ഒപ്പിടില്ല. ഒപ്പിടില്ല. എന്താടാ ഈ കാണിക്കുന്നത്? അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ, ഇവളെ ഇങ്ങനെ വേദനിപ്പിക്കാമോ? വാ മോളെ. നല്ല അനുസരണയുള്ള കുട്ടിയായിരുന്നു. എവിടെ വേണമെങ്കിലും ഇവളെ ഒപ്പിട്ട് തരും. നമ്മളല്ലാതെ പിന്നെ ആരാ ഇവക്കുള്ളത്? മോളെ, രാജശേഖരനെ വിവാഹം കഴിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഉണ്ടാകുന്ന ഭാഗ്യമാണ്. നീ ആരെ വിവാഹം കഴിക്കുന്നതിനും ഈ പണിക്കരമ്മാവന് ഒരു വിരോധവുമില്ല. ഞാൻ ഒപ്പിടാം, എവിടെ വേണമെങ്കിലും ഒപ്പിടാം. എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹം മതി. ഞാൻ പറഞ്ഞില്ലേടാ, എന്റെ മോള് ഞാൻ പറഞ്ഞ അനുസരിക്കുന്നു. ഒപ്പിട ഒപ്പിട മോളെ, ഒപ്പിട. പോയി പിടിക്കണ. സത്യത്തിൽ ഞങ്ങളുടെ വണ്ടിയിലല്ലായിരുന്നു ശ്രീദേവ് കയറിയത്. ഇവന്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞറിയപ്പോ ഞങ്ങൾ കുറച്ച് ഓവറായി പോയി. വർക്ക്ഷോപ്പിലെ വണ്ടിയാണെന്ന് കരുതി അതുപോലുള്ള മറ്റൊരു വണ്ടി എടുത്തുണ്ടാ ഇവൻ പോകുന്നത്. ഏതായാലും നിങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടത് എന്റെ ഭാഗ്യം കൊണ്ടാ. അപ്പൊ ശ്രീദേവിക്ക് സ്വന്തം എന്ന് പറയാൻ മുത്തച്ഛനല്ലാതെ വേറെ ആരുമില്ലേ? സ്വന്തം എന്ന് പറയാൻ എനിക്ക് എന്റെ ഇളയമ്മയുടെ മകൻ കൃഷ്ണനുണ്ണി മാത്രമേ ഉള്ളൂ. വളരെ ചെറുപ്പത്തിൽ തന്നെ നാടുവിട്ടുപോയ ഉണ്ണിയേട്ടൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ ഇന്നും ജീവിക്കുന്നത്. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുള്ളൂ, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടരുത്. അവിടെ ചെന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അവരെന്നെ കൊല്ലും. തന്നെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നില്ല പോരെ? പക്ഷേ ഇനി ഇവിടെ നിന്ന ആവത്താൻ ടിക്രൂസ് അങ്കിൾ ഞാൻ അറിഞ്ഞ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് തൽക്കാലം ഏതെങ്കിലും ഹോട്ടൽ മാറി താമസിക്കുന്നതായിരിക്കും ബുദ്ധി. താടിമാടന്മാരെ പോലെ 3 എണ്ണം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതുവരെ ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്റ്റലിൽ അന്വേഷിച്ചോ? ഹോസ്റ്റലിൽ വിളിച്ച് അന്വേഷിച്ചു, അവൾ അവിടെ ചെന്നിട്ടില്ല. ഫ്രണ്ട്സിന്റെ വീടുകളിൽ അന്വേഷിക്കാമായിരുന്നില്ലേ? എല്ലായിടത്തും അന്വേഷിച്ചു, ഫ്രണ്ട്സിന്റെ വീടുകളിലൊന്നും എത്തിയിട്ടില്ല. അവള് പോകാനായിട്ട് എല്ലായിടത്തൊക്കെ തിരക്കി. പിന്നെ ഇവളിത് എവിടെ പോയി? എന്തായാലും ടൗൺ വിട്ടെങ്കും പോകാൻ വഴിയില്ല. ഈ ടൗണിൽ അവൾക്ക് വല്ല പരിചയക്കാരോ ലോഹിക്കാരോ ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നും ഉള്ളതായി അറിവില്ല. എല്ലായിടത്തും അന്വേഷിക്കണം, ഒന്നും വിട്ടുപോകരുത്. ടൗണിലെ എല്ലാ ലേഡീസ് ഹോസ്റ്റലുകളും അരിച്ചു പെറുക്കണം. അതൊക്കെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. അവൾ എവിടെ വരെ പോകുമെന്ന് കാണാമല്ലോ. ആ പത്രത്തിൽ കൊടുത്തില്ലേ? നാളത്തെ പത്രത്തിൽ വരും. പത്രത്തില് കാണാനില്ലെന്ന പരസ്യവും ഫോട്ടോയും വരുന്നതോടെ അവൾക്ക് അധികം നാള് നമ്മുടെ കണ്ണുവെട്ടിച്ച് കഴിയാൻ സാധിക്കില്ല. ആഹാ, ഇപ്പൊ ശ്രീദേവ് കണ്ട ശരിക്കൊരാണാണെന്ന് തോന്നുന്നു. പക്ഷെ ഈ മുടിയാണ് പ്രശ്നം. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ശ്രീദേവ് കുട്ടി നീണ്ട കാർക്കൂന്തിരാതെ എടുത്തിട്ട് മുറിച്ചല്ലോ പോരെ? അയ്യോ വേണ്ട. മുടി വെട്ടാതെ തന്നെ ആണാക്കാനുള്ള ഒരു ഉഗ്രൻ ഐഡിയ എന്റെ അടുത്തുണ്ട്. നിന്റെ ഐഡിയ അല്ലേ? വല്ല മണ്ടത്തരായിരിക്കും. വേണ്ട വേണ്ട. ഇതാണ് നിങ്ങളൊക്കെ ഐഡിയ പറയാത്തത്. ഒരു 5 മിനിറ്റ് എനിക്കിതാ. നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഈ ശ്രീദേവിയെ ശ്രീരാമനാക്കി മാറ്റി തരാം. എന്നാലും ഒന്ന് കാണണമല്ലോ. ദേവി ഒന്ന് മാറി നിന്നേ. അല്ല, നീ എന്തീ കാണിക്കാൻ പോണത്? വല്ല മാജിക് ഒക്കെ കണ്ടിട്ടായിരിക്കും. അതിനിവൻ എന്ത് മാജിക് അറിയാം? മര്യാദയ്ക്ക് ഒരു പണി പോലും തേച്ചറിയാത്താണ് മാജിക് കാണിക്കുന്നത്. അല്ല, എന്താ കാണിക്കാൻ പറ്റുന്നത് കാണാം. അതിനെല്ലാവരും നോക്കിയേ. ആഹാ, കലക്കിളിയാ കലക്കി. സമ്മതിച്ചിരിക്കുന്നു. നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്ത്? എടാ, ഞാനൊരു പഞ്ചാബിലെ ഡ്രൈവറായിരുന്നു കുറെ കാലം. ഹിന്ദി പഠിക്കാൻ പറ്റിയില്ലെങ്കിലും
അയാളുടെ തലപ്പാവ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു. ഈ തലപ്പാവിന്റെ തുണിയൊക്കെ നീ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? അതൊക്കെ നിസ്സാരം. വല്ലഭന് പുല്ലും ആയുധം. നിന്റെ അച്ഛൻ വരുന്നു. നിന്റെ അച്ഛന്റെ വീട്ടിൽ ഒരു പണിയില്ലേ? വാ വാ വാ. 1 2 3 4 ജിങ്കി ചക്കി ചാക്ക് ജിങ്കി ചക്ക ജിങ്കി ചക്കി ചാക്ക് ജിങ്കി ചക്ക ജിങ്കി ചക്കി ചാക്ക് ജിങ്കി ചക്ക പറയുന്ന സമയത്ത് ഡാൻസ് ചെയ്യാ. അല്ല, അത് ഈ വർഷാപ്പയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഞങ്ങൾ 4 വകയായിട്ടൊരു ഡാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ലത്തീഫും ഞാനും ചേർന്ന് നിൽക്കുന്ന വേഷപ്രച്ഛന്നം, സണ്ണിയുടെ കഥയ്ക്ക്, അങ്ങനെ ചെറിയ ഐറ്റങ്ങളുണ്ട്. നീ വീട്ടിൽ പോകുമ്പോ അമ്മയ്ക്ക് കുറച്ച് രാസനാദി എണ്ണ മേടിച്ചു കൊണ്ടുപോകണോ? ഭയങ്കര നീരാവക്ക്. അതാരാ? ഇതേതായി പുതിയ ഇറക്കുമതി? അതോടെ പുതുതായി തടി പിടിക്കാൻ വന്ന പഞ്ചാബിയാ. അല്ല, പണി പഠിക്കാൻ വന്ന പഞ്ചാബിയാ. പഞ്ചാബികളോ? കേരളത്തിൽ പണി പഠിക്കാമെന്നോ? അവിടെ ഭയങ്കര ബോംബും സ്ഫോടനവും ഒക്കെ അല്ലേ? ഭീകരന്മാരെ പേടിച്ച് നാടുവിട്ട് പോകുന്നതാണ്. तुम्हारा नाम क्या है भाई? मचान सिंह, मक्का सिंह. अल्लाह बूटा सिंह, बूटा सिंह. मुझको കൊഞ്ചം ഹിന്ദി അറിയും. ബൂട്ടാ സിംഗിന് കർമ്മ ആരൊക്കെ ഉണ്ട്? ബൂട്ടാ സിംഗ് ഊമയാ. അല്ല, സംസാരിക്കും. അല്ല, ഊമയാണെങ്കിലും പക്ഷെ നല്ല മെക്കാനിക്കാ. അതുകൊണ്ടാ പണിക്കെടുത്ത്. അത് നന്നായി. പണി അറിയാവുന്ന ഒരുത്തരെങ്കിലും ഉണ്ടല്ലോ. നിങ്ങളെ പോലെ വായിട്ടലച്ച് സമയം കളയില്ലല്ലോ. അമ്മയ്ക്കുള്ള രാസനാഥ് എണ്ണ മറക്കണ്ട. എനിക്ക് വക്കീൽ രാമൻ നായർ ഒന്ന് കാണണ്ട. ഹലോ ബൂട്ടാ സിംഗ്, മേം പോകുന്നു. പരന്തു പിന്നെ കാണാഹേ. ഏതായാലും ഒരു പഞ്ചാബിയെ കിട്ടിയതല്ലയോ, നല്ലോണം പണിയെടുപ്പിച്ചു. ഇല്ലേ അപ്പം പണി പഠിപ്പിക്കും. നിന്റെ അച്ഛന് വരാൻ കണ്ട ഒരു സമയം. രക്ഷപ്പെട്ടു. എന്തായാലും പഞ്ചാബി വേഷം കലക്കി. അതിനെന്നോട് നന്ദി പറയടാ. ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ തലയിൽ ഇങ്ങനെ ഒരു ബുദ്ധി വെച്ചിന് പടച്ചവനോട് നന്ദി പറയടാ. ഞാനാ. നീ ഹെഡ് കോൺസ്റ്റബിൾ ഇട്ടൂപ്പിന്റെ മകനല്ലടാ? അതെ സർ. ഇന്നലെ രാത്രി നീ എവിടായിരുന്നു? സാർ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. വെറുതെ നുണ പറയരുത്. ഇന്നലെ രാത്രി ഒരു 9:30 മണിക്ക് നിങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നല്ലോ? ആ സമയത്ത് ഞങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയതായിരുന്നു സർ. ആരുടെ? ഇവന്റെ. ഇവനാരാ? എന്താണ് നിന്റെ അച്ഛന്റെ പേര്? വാരിജേഷൻ നായർ. നിങ്ങളെ കൂടാതെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വേറെ ആരുമില്ല സാർ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ സാർ. സാറിന് സംശയം ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറി നോക്കാം. ഇന്നലെ പോലും വണ്ടിക്കൊരു ട്രബിള്. രാത്രി വന്നപ്പോ ഇവിടെ ആരെയും കണ്ടില്ല. ഇട്ടൂപ്പ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാ മതി. സ്റ്റാർട്ടിംഗ് ട്രബിളാ. വേഗം ഒന്ന് ശരിയാക്കിയേ. ഒരു റൂം വേണമായിരുന്നു. AC നോൺ AC യോ? രണ്ടും ആയിക്കോട്ടെ. അല്ല, ഏതാ അവൈലബിൾ? രണ്ടുണ്ട് സർ. എന്നൊരു കാര്യം ചെയ്യേ, നോൺ AC മതി. ഇപ്പൊ ചൂട് കുറവാണല്ലോ. അതെ, ചൂട്. ഇതാ പിടിച്ചേ. ദാ 102. ആ ബാഗ് തന്നോളൂ സർ. തൽക്കാലം ഇന്നിവിടെ സ്റ്റേ ചെയ്യാം. നാളെ നിമ്മി വന്നിട്ട് ഹോസ്റ്റലിലേക്ക് മാറാം. എനിക്ക് പേടിയാവുന്നു. നിന്നേക്കാളും പേടിത്തോണ്ടാ ജബ്ബാർ സിംഗിനോട് അവൻ പേടിയാന്ന്. അവനെന്തെങ്കിലും സംശയം തോന്നിക്കാണോ? ജബാറെ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ മലയാളം കയറി സംസാരിക്കല്ലെന്ന്. അറിയാതെ ഞാൻ. ഞങ്ങളെക്കാ ശ്രദ്ധിക്കേണ്ട ശ്രീദേവിയാ, അത് ഓർമ്മ വേണം. അപ്പോ ഇന്ന് രാത്രി നിങ്ങളിവിടെ സ്റ്റേ ചെയ്യും. ഞാൻ രാത്രി വീട്ടിൽ ചെന്നില്ലെങ്കിൽ ശരിയാവില്ലെന്ന് അറിയാലോ. അച്ഛൻ ചിലപ്പോൾ വർക്ക്ഷോപ്പിൽ അങ്ങനെ അന്വേഷിച്ചാൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാം. അഥവാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ഫോൺ ചെയ്താൽ മതി. അയ്യോ, പ്രദീപം കൂടി ഇവിടെ നിൽക്കേ. അത് പറ്റില്ല. ഞങ്ങളെ രണ്ടാളെയും കാണാതിരുന്ന ഇവന്റെ മൂപ്പിൽസ് എന്റെ മൂപ്പിൽസിനെ വിളിച്ച് ചോദിക്കും. അത് പിന്നെ വലിയ പൊല്ലാപ്പാകും. അത് വേണ്ട, ഞാൻ പോണു. അപ്പച്ചനെങ്ങാനും എന്നെ അന്വേഷിച്ച എന്തെങ്കിലും കള്ളം പറഞ്ഞ് നീ അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഞാൻ ഏറ്റു. പോട്ടടാ. ശരി. ഹലോ ജബാർ സിംഗ്, നാളെ കാണാം. അല്ല ശ്രീദേവി, ഞാനും വീട്ടിൽ പോയിട്ട് നാളെ വന്നു പോരെ? അയ്യോ, സണ്ണിയും കൂടെ പോയാ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അത് വേണ്ട സണ്ണി, പ്ലീസ്.
എന്തിനെങ്ങനെ പേടിക്കണത്? ഒന്നില്ലെങ്കിൽ ശ്രീദേവി ഒരു പഞ്ചാബി അല്ലേ? പഞ്ചാബി ഹൗസ് സിനിമ ഒന്നുകൂടി പഞ്ചാബികളോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹ, പ്രത്യേകിച്ച് കൊച്ചിയിലുള്ളവർക്ക്. അല്ല, ശ്രീദേവിക്ക് എന്നെ പേടിയില്ലേ? ഒരു ചെറുപ്പക്കാരനോട് ഒറ്റയ്ക്കൊരു മുറിയില്. സണ്ണി എനിക്ക് വിശ്വാസമാ. സണ്ണിയെ മാത്രമല്ല, നിങ്ങളെ 4 പേരെയും. എന്ന് ശ്രീദേവി കിടന്നോളൂ. സണ്ണി, ഞാൻ എവിടെയെങ്കിലും കിടന്നോളാന്നേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സണ്ണി, സണ്ണി, ദേ ഫോൺ. സണ്ണി, ദേ ഫോൺ. ഹലോ, ഞാനാ പ്രദീപ്. എടാ, ഇന്നത്തെ മനോരമ പത്രത്തില് ശ്രീദേവിയെ കാണാനില്ല എന്നും പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ട്. അവളുടെ ഫോട്ടോയും ഉണ്ട്. കുഴപ്പമാകും. നീ വേഗം തന്നെ പത്രം വാങ്ങി നോക്ക്. എന്നിട്ട് റൂം ചെക്കൗട്ട് ചെയ്യ്. അവിടെ നിന്ന് മുങ്ങ്. നീ ഉടൻ തന്നെ ഒരു കാറുമായി ഹോട്ടലിനടുത്ത് വരണം. ഓക്കെ? എന്താ എന്താ പ്രശ്നം? അത് ശ്രീദേവി കാണാനില്ലെന്നും പറഞ്ഞ് മനോരമ പത്രത്തിൽ പരസ്യം വന്നിരിക്കുന്നു. പത്രത്തിൽ ഫോട്ടോ ഉണ്ടെന്നാ പറഞ്ഞത്. ഏയ്, എന്താ ശ്രീദേവി ഇത്? തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്കില്ലേ? ഞാനാ പത്രം വാങ്ങി നോട്ടെ. ഹലോ, റിസപ്ഷൻ? 102 എന്നാണ്. ഒരു മനോരമ പത്രം വേണമായിരുന്നു. ഇപ്പൊ കൊടുക്കണം സാർ. എത്ര വേഗം ഇവിടുന്ന് പോകണം? താൻ വേഗം റെഡിയാക്കുള്ളൂ. ഇതാ സാർ പേപ്പർ. എടോ, തന്നോട് ഞാൻ മനോരമല്ലേ വെച്ചത്? ഇത് മാതൃഭൂമിയല്ലേ? പോയി മനോരമ കൊണ്ടോടൂ. ആകെ കുഴപ്പമെന്നാ തോന്നണേ. ശ്രീദേവി അവൻ കണ്ടു. ഇവിടെ ഒന്ന് റൂമെടുത്ത അന്വേഷണത്തിലല്ലേ? എന്റെ ഈശോയെ, ഞാനും അതങ്ങ് മറന്നു. ഇപ്പൊ എന്തിനതൊക്കെ മാറാൻ പോയത്? രാവിലെ കുളിച്ചില്ലെങ്കിൽ? ഓ, കുളി. ഇപ്പൊ എന്തിനാ കുളിക്കാൻ പോയത്? ആൺവേഷം കെട്ടി വന്നാണ് സാർ റൂം എടുത്തത്. അതെ സാർ, രാവിലെ റൂം പോയി മുറിയിൽ ചെന്നപ്പോഴാണ് ആൾമാറാട്ടമാണെന്ന് മനസ്സിലായത്. അതെ സാർ, പഞ്ചാബി അല്ലേ സാർ, സുന്ദരിയായ ഒരു പെൺകുട്ടിയാണെന്നാണ് റൂം പോയി പറഞ്ഞത്. ആ, ഇന്നത്തെ മനോരമയിൽ കാണാനില്ലെന്നൊരു പരസ്യം വന്നിട്ടുണ്ട് സാർ. പത്രത്തിൽ കാണുന്ന കുട്ടി തന്നെയാണെന്ന് അവൻ പറഞ്ഞത്. ശരി സാർ, പോലീസ് ഇപ്പൊ എത്തും. അവര് മുങ്ങാൻ നോക്കിക്കോണം. രക്ഷോട്ട് അങ്ങോട്ട് പോയി സാർ. എന്നാ പിടിച്ചിട്ടല്ലേ കാര്യം. വണ്ടി റാം. വേഗം കേറ്, കേറാം. പിന്നാലെ വിടാം. അവിടെ അത് സണ്ണി പ്രദീപും അല്ലേ? കൂടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലേ? ആ, വാ പോയി നോക്കാം. ഓട്ടോ വണ്ടി കാണുന്നില്ലല്ലോ. ഞങ്ങൾ പോലീസ് ഫോളോ ചെയ്യുന്നു. അയ്യോ, എന്തൊക്കെയാ വരാൻ പോ. എന്തിനാ വന്നത്? വാതിൽ നോക്കില്ലേ? അത് പിന്നെ നിങ്ങൾ പോലീസിനെ പേടിച്ച് ഓടി കഴിച്ചു വന്നപ്പോ കുടിക്കാൻ വലിയ നേരം ചോദിക്കാൻ വേണ്ടി വന്നാ. ഒന്നും വേണ്ട, നീ ഒന്ന് പോയേ. ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഞങ്ങൾ പുറത്തു വരയ്ക്കുന്ന പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഫാദേഴ്സോ പോലീസോ വന്നാ 3 പേര് ഇവിടെ ഉണ്ടെന്ന് പറയാം. നിന്ന് ചെല്ലാൻ പോണം. ഇവരുമാർക്ക് വരാൻ പറ്റിയ സമയം. ഒരു കാര്യം വേണ്ട. എടാ, അവള് പോകുന്നു, തിരിച്ചു വിളിക്കടാ. അവള് ബോണി പോട്ടാ. ഞാൻ അവളെ തമ്മിൽ പ്രേമലൊരു കുന്തമില്ല. അങ്ങനെയാണ് ഞാൻ എത്രണ്ണത്തിനെ പ്രേമിക്കേണ്ടി വരും. ഫ്രണ്ട്ഷിപ്പ് പറ, ലൈഫ് പറ. അവള് പോട്ടെ. കൃഷ്ണ ദേവന്റെ അടുത്ത് കുറിച്ച്. ഹലോ ദീപികോണ്ട് വിശേഷങ്ങൾ? വരൂ, നമുക്കെല്ലാം വിശദമായിട്ട് ഇരുന്ന് സംസാരിക്കാം. വരൂ. വേണ്ട, ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. ഏതാ പുതിയ കഥ? കഥയുടെ വാതായനങ്ങൾ കൊട്ടിയടച്ചു ഞാൻ, കവിതയുടെ കൂട്ടിൽ ചേക്കേറും പക്ഷിയായി. പക്ഷിയായിട്ട് ചിറകൊന്നും കാണാനില്ലല്ലോ. അയ്യോ, പക്ഷി കൂട്ടിക്കയറാതെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? 12 തവണ ഫാൻ ബെൽറ്റ് പൊട്ടി എന്റെ മക്കളെ ഞാനാകെ നാറി. 12 തവണയും ബെൽറ്റ് മാറി എന്റെ കാശെല്ലാം വേസ്റ്റായി മാറി. കാറിൻ ഗിയറിൽ ഇടയ്ക്കൊരു കടും പിടുത്തം, വീല് താനെ തിരിയുന്നു ഓടിടുമ്പോൾ. നേര് പറയൂ, ഇതെന്താണ് മോനെ? കാര്യം പറയൂ, ഞാൻ എന്തു വേണം? താൻ അതിന് ഓയിലൊന്നും ഒഴിക്കാറില്ലടൂ. മോനെ രഘുരാമ, ഞാൻ ഓയിൽ ഒഴിച്ചു.
പമ്പീന്ന് വാങ്ങി ഓയിൽ ഒഴിച്ചു. തന്റെ കാറെന്നൊക്കെ തലക്കാലോ പറ്റില്ല, വേറെ എവിടെയും കൊണ്ടോടൂ. നിങ്ങൾ കേട്ടുവോ കൈയൊഴിഞ്ഞിടുന്ന ഈ മനുഷ്യൻ? ഇവനെന്തു വർക്കറ? പുറത്തു ഞാൻ വേറെ വർക്ക്ഷോപ്പിൽ പോകണിൽ നിന്റെ അനുവാദം എനിക്കെന്തിനാ ചച്ചയെ? എന്നെ മനുഷ്യവിടെ ആദ്യം പിടിച്ചിരിക്കുമ്പോൾ അവന്റെ ഒടുക്കത്തെ കവി. നിമ്മി വിഷമിക്കണ്ട, സത്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രീദേവിയെ പോലെ നിമ്മിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വാ, നമുക്ക് ശ്രീദേവിയുടെ അടുത്തേക്ക് പോവാം. ആ ശ്രീദേവി, ഇതാണ് നിമ്മി. ശ്രീദേവിയുടെ ഹിസ്റ്ററി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവളുടെ തെറ്റിദ്ധാരണ മാറിയത്. ഇനി നിമ്മി ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണം. 2 ദിവസത്തേക്ക് ശ്രീദേവിയെ നിമ്മിയുടെ ഹോസ്റ്റലിൽ ഒന്ന് നിർത്തണം. അതിനെന്താ, ശ്രീദേവി എന്റെ കൂടെ പോരട്ടെ. പേടിക്കാനൊന്നുമില്ല. ഈ അവസ്ഥയിൽ ഏറ്റവും സേഫായ സ്ഥലം ലേഡീസ് ഹോസ്റ്റലാ. പിന്നെ പത്രത്തില് ഫോട്ടോ വന്ന സ്ഥിതിക്ക് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വേഷം കൂടി ആയ തന്നെ ആരും തിരിച്ചറിയില്ല. സണ്ണിയും പ്രദീപും ഒക്കെ ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. ഒരു പരിചയമോ അടുപ്പമോ ഇല്ലാത്തവര് തമ്മിലല്ലേ ദൃഢമായ ഹൃദയബന്ധങ്ങൾ വരെ ഉണ്ടാകുന്നത്. പാവം സണ്ണി വളരെ സിൻസിയറാ. ഹോട്ടലിൽ പോലീസുകാർ വരുമെന്നറിഞ്ഞപ്പോ അവിടെ വെച്ച് എന്താ പറയാ, സണ്ണി അത്രയ്ക്ക് വിഷമിച്ചു പോയി. ശ്രീദേവിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ സണ്ണിക്ക് വളരെ ദുഃഖമുണ്ട്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ആരും ഇല്ലാതായുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നാ സണ്ണി ചോദിക്കുന്നത്. എങ്ങനെയെങ്കിലും ശ്രീദേവിയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കണമെന്ന ഒറ്റ വിചാരമേ ഇപ്പൊ സണ്ണിക്കുള്ളൂ. വീട്ടിലേക്ക് ഞാൻ പോവില്ല. ഈ അവസ്ഥയിൽ അവിടെ ചെന്നാ അപകടാ. മുത്തശ്ശനെ കുറിച്ച് ഓർക്കുമ്പോഴാ 2 കണ്ണും കാണാനാവാത്ത എന്റെ മുത്തശ്ശനെ അവരെന്തെങ്കിലും ചെയ്യുമോന്ന് എന്റെ പേടി. വെറുതെ ഓരോന്ന് ആലോചിച്ചെന്തിനാ മനസ്സ് വിഷമിപ്പിക്കാൻ പോണേ? മുത്തച്ഛനൊന്നും സംഭവിക്കില്ല. ഇവിടെ ശ്രീദേവിക്ക് സഹായത്തിനിപ്പോ ഞങ്ങളുണ്ടല്ലോ. മന്ദാരപ്പൂവിൻ ചുണ്ടിൽ മുത്തം നൽകും ശൃംഗാരത്തുമ്പിലീ കൂടെ ഒരു വെള്ളാരം കുന്നിന്മേൽ ഗാനം മൂളും കുഞ്ഞാറ്റ പൈങ്കിളി കൂടെ പാടാ പ്രേമത്തിൻ പൊന്നിൻ പൂവും വാരിച്ചൂടി സ്വപ്നത്തിൻ വർണ്ണത്തേരിൽ ഞാനും പാറി രാഗത്തിൻ ലഹരി കുളിരും മാറി ചാർത്തി ഏതേതോ തീരം തേടി ഞാനും നീന്തി ഈ പ്രേമസാഗരം. മന്ദാരപ്പൂവിൻ ചുണ്ടിൽ മുത്തം നൽകും ശൃംഗാരത്തുമ്പി നീ കൂടെ ഒരു വെള്ളാരം കുന്നിന്മേൽ ഗാനം മൂളും. ഒന്നിണഞ്ഞപ്പോ താനെ ഉള്ളിലൊരു പൂവ് മെല്ലെ വിരിഞ്ഞു. പുഞ്ചിരികൾ തമ്മിൽ തേൻ പകർന്നപ്പോ കാലം നെഞ്ചിലൊരു പൂത്തിരി കൊളുത്തി. പൊന്നൂന്ന പൂക്കളം തീർത്ത പൊന്നു ഞാനില്ലാടി പാടാം കണ്ണാടി പുഴയുടെ ചാരി കൈകൊട്ടുമെല്ലെ നടക്കാം. നീ പൂഞ്ചൊടി മന്ദാരപ്പൂവിൻ ചുണ്ടിൽ മുത്തം നൽകും ശൃംഗാരത്തുമ്പി നീ കൂടെ ഒരു വെള്ളാരം കുന്നിന്മേ ഗാനം മൂളും.
മംഗല്യ സ്വപ്നങ്ങൾ കാണാം. വെൺതാരം പൂക്കുന്ന രാവിൽ ഈ മാറിലൊന്നായി മയങ്ങാം. ഈ തണലിൽ, ഈ കുളിരിൽ, ഈ അഴകിൽ, ഈ നിറവിൽ ശൃംഗാര സംഗമം. മന്ദാരപ്പൂവിൽ ചുണ്ടിൽ മുത്തം നൽകും ശൃംഗാരത്തുമ്പി നീ കൂടെ ഒരു വെള്ളാരം പുള്ളിമേൽ ഗാനം മൂടും. ശ്രീദേവി എന്താ ഇവിടെ വന്നിരിക്കുന്നേ? സണ്ണി എന്താ ഇതുവരെ വരാത്തത്? ഓ, സണ്ണിയെ കാണാഞ്ഞിട്ടുള്ള വിഷമം അല്ലേ? അയ്യോ അതല്ല, സണ്ണി ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് കരുതി പറഞ്ഞതാ. വിഷമിക്കണ്ട, രാജകുമാരിയെ രക്ഷിക്കാൻ രാജകുമാരൻ കുതിരപ്പുറത്ത് പറന്നെത്തില്ലേ? ദേ പറഞ്ഞ് നാവെടുത്തില്ല, രാജകുമാരൻ കുതിരപ്പുറത്ത് വന്ന് ഇറങ്ങി. എന്താ ഇത്ര വൈകിയേ? രാവിലെ അപ്പനൊരു ചെറിയ പണിയേപ്പിച്ചു, പിന്നെ അത് ഒരു വിധം തീർത്തിട്ട് ഇങ്ങോട്ട് ഓടിപ്പോരായിരുന്നു. ഇവിടെ ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷെ എനിക്ക് പേടിയാവുന്നു സണ്ണി. എത്ര ദിവസം എന്ന് വെച്ചാ ഇങ്ങനെ ഒളിച്ചും പാത്തും കഴിയാ? ഒക്കെ ശരിയാകും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. തൽക്കാലം അവരുടെ കണ്ണിപ്പെടാതെ ഇവിടെ നിൽക്ക്. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് ചെയ്യാം. എനിക്കൊന്നും വേണ്ട, സ്വത്തോ പണവോ ഒന്നും ഇല്ലാത്തൊരു വീട്ടിലെ പാവപ്പെട്ട കുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ എനിക്ക് എല്ലാവരും ഉണ്ടാവുമായിരുന്നു. ഇപ്പോ ആരോരും ഇല്ലാത്ത ഒരനാഥയെ പോലെ. ആരാ പറഞ്ഞു ശ്രീദേവിക്ക് ആരുമില്ലെന്ന്? ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെ കൃഷ്ണനുണ്ണിയില്ലേ, മുത്തച്ഛനില്ലേ. ശ്രീദേവി ഒരിക്കലും അനാഥയല്ല. അനാഥയാകാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യേ, മുഖം തുറക്കേ, ആരെങ്കിലും കണ്ടോന്ന് സംശയിക്കും. എനിക്കിപ്പോ എന്നെ കുറിച്ച് ആലോചിച്ചല്ല വിഷമം. ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന എന്റെ പേടി. ഒന്നുമില്ലെന്നേ, എല്ലാം ശ്രീദേവിയുടെ മനപ്രയാസം കൊണ്ട് തോന്നുന്നതാ. ധൈര്യമായിട്ടിരിക്കും. ഇവളെ തന്നെയല്ലേ നീ കണ്ടത്? അതേന്നേ, ഇത് തന്നെയാണ്. ഞാനല്ലേ അവരെ റൂമിൽ കൊണ്ടാക്കിയത്. തുടക്കം മുതൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു സാർ. അവന്മാർ നിനക്ക് അറിയാമോ? അവന്മാരുടെ പേരറിയില്ല, ആളെ കണ്ടാ തിരിച്ചറിയാം. ആരാ അവന്മാര്? സ്ഥിരമായി പെമ്പിള്ളാരെയും കൊണ്ട് കാറിൽ ചെത്തി നടക്കുന്ന കാണാം. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റോറന്റിൽ വരാറുണ്ട്. അതിൽ ആരുടെയെങ്കിലും വീട് നിനക്കറിയോ? വീടറിയില്ല, പക്ഷെ ആ വൈറ്റിലെ ബൈപ്പാസിലുള്ള വർക്ക്ഷോപ്പ് അവരുടെയാണെന്ന് തോന്നുന്നു. എപ്പോഴും അവരവിടെ കാണാറുണ്ട്. നീ പോയിക്കോ. ശരി സാർ. നീയൊക്കെ കൂടി പൊക്കിക്കൊണ്ടുവന്നില്ലേ? ഞങ്ങൾക്കറിയില്ല. സത്യം പറയണോ?
ആരാ അത്? മുത്തച്ഛ, ഇത് ഞാനാ, കൃഷ്ണനുണ്ണി. നീ എവിടെയായിരുന്നു ഇതുവരെ? അതൊക്കെ പറയാ ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ ഇനി അങ്ങോട്ടും പോകുന്നില്ല. അതിരിക്കട്ടെ, ശ്രീദേവി എവിടെ മുത്തച്ഛ? എന്റെ മോള്, അവളെ ആ കാലവാടന്മാര് കൊണ്ടുപോയി. മുത്തച്ഛൻ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒക്കെ ഞാൻ പറയാം. ഏതായാലും നീ വന്നല്ലോ, മുത്തച്ഛന് സമാധാനായി. എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല. പണിക്കരമ്മാവൻ ഒരു പക്ഷെ മറന്നു കാണും. കൊല്ലങ്ങൾ ഒരുപാടായില്ലേ? 6-ാം വയസ്സിൽ കള്ളവണ്ടി കയറി കൽക്കട്ടയിലേക്ക് നാട് വിട്ടുപോയ കൃഷ്ണനുണ്ണി. അതെ, തെക്കേടത്തെ മൈതിരിയുടെ മകൻ കൃഷ്ണനുണ്ണി. ശ്രീദേവി എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ശ്രീദേവി എവിടെയെന്ന്. അവൾ എവിടേക്കോ ഒളിച്ചോടിപ്പോയി. ഏതോ വർക്ക്ഷോപ്പിലെ പയ്യന്റെ കൂടെ കേട്ടെ. ശ്രീദേവിക്ക് എന്തെങ്കിലും സംഭവിച്ച കൊന്നുകളയും ഞാൻ. വകയിലൊരു അമ്മാവനാണെന്ന് കരുതില്ല. എവിടെയാണ് ശ്രീദേവി? എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അത് ചോദിക്കാൻ താനാരാ? ഞാൻ കൃഷ്ണനുണ്ണി, ശ്രീദേവിയുടെ സഹോദരൻ. കൃഷ്ണനുണ്ണിയോ? സോറി, അറിയാം. ശ്രീദേവി എല്ലാം പറഞ്ഞിട്ടുണ്ട്. തെറ്റിദ്ധരിക്കണ്ട, ശ്രീദേവി ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാ. ഒരു അപകടത്തിൽ നിന്ന് അവളെ രക്ഷിച്ച ഞങ്ങളാ. കൃഷ്ണനുണ്ണിയുടെ വരും പ്രതീക്ഷിച്ച് വർഷങ്ങളായി അവൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ശ്രീദേവി ഇപ്പൊ എവിടെയുണ്ട്? ശ്രീദേവി സുരക്ഷിതമായ ഒരു സ്ഥലത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങളെ കാണുമ്പോ ശ്രീദേവിക്ക് വലിയ സന്തോഷവും. എന്താ ഉണ്ടായത്? ഈശ്വരൻ സഹായിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ, സാരമില്ല. ഉണ്ണിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയില്ല അല്ലേ? ഇല്ല, ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ പറയില്ല. ഇവന്മാരിത് എവിടെ പോയി കിടക്കുന്നു? ഇത് ഞാനതാ, ലത്തീഫ്. നിങ്ങൾ ശ്രീദേവി കുട്ടിയെ വിട്ടുകൊടുത്തില്ലെങ്കിൽ യുവമാര് ഞങ്ങളെ കൊല്ലുന്നാടാ പറയണേ. എടാ ലത്തീഫ്, നീ എവിടെ വിളിക്കണത്? എടാ കള്ളക്കഴുവേരുടെ മക്കളെ, നിന്റെയൊക്കെ കൂട്ടുകാരെ ജീവനോടെ വേണമെങ്കിൽ ശ്രീദേവിയെ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കണം. ഇല്ല, ശ്രീദേവി വിട്ടുള്ള പട്ടികളെ. അപ്പൊ കൂട്ടുകാരെ ജീവനോട് കാണണ്ടെന്നാ? അവളുടെ രക്ഷകൻ കൃഷ്ണനുണ്ണിയുടെ ബലത്തിലാണ് നീ ഇത് പറഞ്ഞതെങ്കിൽ നഷ്ടപ്പെടുന്നത് വിശ്വസ്തരായ കൂട്ടുകാരുടെ ജീവനായിരിക്കും. എവിടെന്നോ വന്നൊരു പെണ്ണിന് വേണ്ടി ഇവരുടെ ശരീരം കാക്കിയും കഴുകനും കൊത്തിവലിക്കുന്നത് കാണണോ? കാണണോ? അവരുടെ സങ്കേതം എവിടെയാണെന്ന് അറിയാമോ? അറിയില്ല. പക്ഷെ ശ്രീദേവിയെ എപ്പോ എവിടെ കൊണ്ടുവരണമെന്ന് അവർ വിളിച്ചു പറയാമെന്ന് പറഞ്ഞിരിക്കുക. എങ്കിൽ ഇനി അവർ വിളിക്കുമ്പോ ശ്രീദേവി എവിടെ വേണമെങ്കിലും എത്തിക്കാൻ നേറ്റുള്ളൂ. ശ്രീദേവി അവരുടെ കൈ കിട്ടിയ ഭീഷണിപ്പെടുത്തി ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് വാങ്ങിയ ശേഷം കൊന്നുകളയാൻ ഒരു മടിക്കില്ല. പേടിക്കണ്ട, അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഹലോ അമ്മാര. ഹലോ, അതെ, വിട്ടുതരാം. ഞങ്ങൾക്ക് ഞങ്ങൾ കൂട്ടുകാരുടെ ജീവനാണ് വലുത്. അയ്യോ, അവരൊന്നും ചെയ്യരുത്.
ശ്രീദേവി എവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞോളൂ, അവിടെ എത്തിക്കാം. ഇന്നുച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് ലൈറ്റ് ഹൗസിന് തെക്കുവശത്തുള്ള പണി തീരാത്ത ഫ്ളാറ്റിൽ അവളുമായി എത്തണം. രാത്രിയിൽ വേണ്ട, ഉച്ച സമയമാവുമ്പോൾ ആരും ഇവിടെ ഉണ്ടാവില്ല. പറഞ്ഞത് കേട്ടാ മതി. പിന്നെ നിങ്ങളല്ലാതെ പോലീസിനെയോ മറ്റാരെങ്കിലും ഉപയോഗിച്ച് കളിക്കാനാണ് ഭാവമെങ്കിൽ രാജശേഖരനെ അറിയാലോ, ഓർമ്മയിരിക്കട്ടെ. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്നാ തോന്നുന്നത്. ചിരിക്കടാ, ചിരിക്കടാ. ഇതേനല്ലേ പറഞ്ഞ സ്ഥലം? എനിക്ക് പേടിയാവുന്നു. വാ നോക്കാം. ഹലോ, ഇതാ ശ്രീദേവി. എവിടെ അല്ലല്ലോ ലത്തീഫ്? അല്ല, ഇതാരാ രാജശേഖരനോ? അയ്യോ, ശ്രീദേവി ഉണ്ടല്ലോ. എന്തിനാ കരയുന്നത്? വേണ്ട, മാറ്. ഞാൻ മാറാം, നീ അവളെ എങ്ങനെ വിട്ടേരി. മാറി നിൽക്കണം. അയ്യോ, എന്താ ഇത്? പ്രദീപേ,
ഇങ്ങനൊരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിൽ ശ്രീദേവിയുടെ ജീവനും സ്വത്തിനും അപകടം സംഭവിക്കുമായിരുന്നു. നാടകമോ? അതേ മുത്തച്ഛ, എല്ലാം ശ്രീദേവി രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. മുത്തച്ഛൻ എന്നോട് ക്ഷമിക്കണം. ബോംബെയിൽ ബിസിനസ് നടത്തുന്ന ജയദേവനാണ് ഞാൻ. സണ്ണി എന്റെ സുഹൃത്താ. ഇവൻ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവന്മാരിൽ നിന്ന് ശ്രീദേവി രക്ഷിക്കാൻ എനിക്കിങ്ങനെ ഒരു... അല്ല, എല്ലാം ശ്രീമോളെ രക്ഷിക്കാൻ വേണ്ടി ആയിരുന്നല്ലോ. നന്നായി. ഏതായാലും എല്ലാം സക്സസ് ആയി. അല്ലെങ്കിൽ അവന്മാര് ഞങ്ങളെ തല്ലിക്കൊന്നേനെ. ഞങ്ങളെ ജീവൻ രക്ഷിച്ചതിന് 1000 നന്ദി. എടോടോ, നന്ദി പറഞ്ഞു നന്ദി എന്ന വാക്കിന്റെ മഹത്വം കളയണ്ട. ഉണ്ണിയേട്ടൻ പോട്ടെ ശ്രീദേവി. പോട്ടെ മുത്തച്ഛ. പോയി വരട്ടെ എന്ന് പറമോനെ. നീ എന്റെ ഉണ്ണിയ. ഇനിയും വരണം. വരാം മുത്തച്ഛ. ആ, ഇനി എന്റെ അടുത്ത വരവ് നീയും ശ്രീദേവിയും തമ്മിലുള്ള വിവാഹത്തിനായിരിക്കും. വിളിക്കാനെങ്ങാനും മറന്ന കൊന്നുകളയും ഞാൻ. വരട്ടെ, ഇറങ്ങട്ടെ. ഈ ഡിക്കിനകത്ത് ഇനി ആരാ?